ഹരി ഓം ഹരി ഓം. ഓം നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതി തീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ
നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിൽ നമ്മൾ 86-ാം അധ്യായം തുടങ്ങി വെച്ചു. ഒരു ക്ലാസ് കഴിഞ്ഞു. 86-ാം അധ്യായത്തിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ സുഭദ്രാഹരണം എന്ന കഥയാണ് കണ്ടത്. അർജുനൻ തീർത്ഥയാത്രാവേളയിൽ സുഭദ്രയുടെ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞ് ദ്വാരകയിൽ വന്ന് ചാതുർമാസ്യകാലം താമസിക്കുന്നതും സന്ദർഭം കിട്ടിയപ്പോൾ സുഭദ്ര തന്നെ വാഹനം ഓടിച്ചുകൊണ്ട് അർജുനനുമായിട്ട് അവിടുന്ന് പലായനം ചെയ്യുന്ന ആ ഒരു കഥയാണ്. ബലരാമസ്വാമി സുഭദ്രയെ ദുര്യോധനന് വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് സങ്കല്പിച്ചു വച്ചിരുന്നതാണ്. പക്ഷേ സുഭദ്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും ദേവകി വസുദേവന്മാർക്കും ഇഷ്ടമല്ലായിരുന്നു. അതിനെതിരായിട്ട് ബലരാമസ്വാമി തൻ്റെ വത്സല ശിഷ്യന് കൊടുക്കണം എന്നുള്ള വാശിയായിരുന്നു. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് അവസാനിച്ചത്. ഭഗവാന്റെ പങ്ക് അതിൽ സൂക്ഷ്മമായിട്ട് പുറകിലാണ്. നേരിട്ടൊന്നും ചെയ്തില്ലെങ്കിലും അർജുനനും സുഭദ്രയ്ക്കും രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി കൊടുത്തതും ജ്യേഷ്ഠനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ജ്യേഷ്ഠൻ്റെ കോപം കുറച്ചതും കൃഷ്ണൻ്റെ ലീലയാണ്. അങ്ങനെയുള്ള സുഭദ്രാഹരണം എന്നുള്ള കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് 13-ാം ശ്ലോകം മുതൽ അധ്യായ അവസാനം വരെ ഭഗവാന്റെ മിഥിലാപുര യാത്രയാണ്. ഭഗവാൻ തൻ്റെ 2 ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് മിഥിലാപുരത്തിലേക്ക് എത്തുകയാണ്. ഭക്തന്മാർ ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എവിടെയോ ഇരിക്കുന്ന ഭഗവാൻ അത് കേൾക്കുന്നു. മിഥിലാപുരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നേപ്പാളാണ്. ഭഗവാൻ ഇരിക്കുന്നത് ഇന്നത്തെ ഗുജറാത്തിൽ കടലിൽ, ദ്വാരകയിൽ. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ സർവ അന്തര്യാമിയായ ഭഗവാൻ തൻ്റെ ഉത്തമ ഭക്തന്മാരായിട്ടുള്ള 2 മഹാത്മാക്കളുടെ പ്രാർത്ഥന കേട്ടു. അവരെ 2 പേരെയും ഒരേ സമയം അനുഗ്രഹിക്കാനായിക്കൊണ്ട് ആ മിഥിലയിലേക്ക് എഴുന്നള്ളുകയാണ്. ഒരു ഭക്തൻ ബഹുളാശ്വൻ എന്ന രാജാവ്, മിഥില രാജാവാണ്. നിമി ചക്രവർത്തിയുടെ പരമ്പരയിൽപ്പെട്ട വിദേഹ രാജാക്കന്മാരിൽ ഒരാളാണ്. ജനക രാജാവ് എന്നും പറയാം. ജനകന്മാരും മൈഥിലന്മാരും വിദേഹന്മാരും ആണവർ. ആ പരമ്പരയിൽ വരുന്നവരെയൊക്കെ വിദേഹന്മാരെന്നും മൈഥിലന്മാരെന്നും
ജനകന്മാരെന്നും വിളിക്കാം. അപ്പം എന്തായാലും അവിടെ രാജർഷികളാണ് എല്ലാവരും. ഭഗവാൻ ഈ മിഥിലാധിപന്മാരെ ഗീതയിൽ കോട്ട് ചെയ്യുന്നുണ്ട്. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ. കർമ്മണായേവ സംസിദ്ധിമാസ്ഥിതാഃ ജനകാദയഃ. കർമ്മം കൊണ്ട് തന്നെ സിദ്ധിയെ പ്രാപിച്ചവരാണ്, ചിത്തശുദ്ധി നേടി ആത്മജ്ഞാനം നേടിയ രാജർഷികളാണ് ജനകാദികൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ബഹുളാശ്വനെ ഉദ്ദേശിച്ചും ആവാം. സീതയുടെ അച്ഛൻ മാത്രമല്ല ജനകൻ, ആ പരമ്പരയിലുള്ളവരൊക്കെ ജനകന്മാരാണ്. അവരൊക്കെ രാജർഷികളാണ്. അവരൊക്കെ ഇതുപോലെ അറിവ് നേടിയവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നേരിൽ കണ്ട ഒരു ജനകൻ ബഹുളാശ്വനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഓർത്ത് അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അർജുന, ഇതുപോലെ രാജാക്കന്മാരായിരുന്നും എത്ര വലിയ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ടും അവർ ജ്ഞാനികളായി ഇരുന്നിട്ടുണ്ട്, സന്യസിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്കും സന്യസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇവിടെ നിൽക്ക്. ഈ യുദ്ധരംഗത്താണ് നിന്റെ ആവശ്യമുള്ളത്. നിന്റെ റോള് ഇവിടെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ധർമ്മമാണ് നീ ചെയ്യേണ്ടത് എന്ന് പറയാൻ ഏതൊരു ജനകനെ ഉദാഹരിച്ചുവോ ആ ജനകൻ ഈ ജനകൻ തന്നെ ആവാം. നമ്മൾക്ക് ജനകൻ ജനകൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ സീതയുടെ അച്ഛനുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണത്. നമ്മളാകെ കൂടി ഒരു രാമായണത്തിൽ ജാനകിയെക്കുറിച്ചേ കേട്ടിട്ടുള്ളൂ, ജനകനെക്കുറിച്ചേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ മിഥിലാധിപന്മാരെല്ലാവരും ജനകന്മാരാണ്. അവരൊക്കെ വിദേഹന്മാരാണ്. കാരണം വിദേഹന്മാരാവാൻ കാരണം അവർ നിമിയുടെ വംശത്തിൽ വന്നതുകൊണ്ടാണ്. നിമിയുടെ ദേഹം പോയതാണ് വസിഷ്ഠ ശാപം കൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് വിദേഹൻ. അത് അദ്ദേഹത്തിൻ്റെ പരമ്പരയ്ക്കും വിദേഹന്മാരെന്ന് പേര് കിട്ടി. അതുപോലെ ആ മിഥിലാപുരിയിൽ രാജാവ് ശ്രേഷ്ഠനായതുകൊണ്ട് തന്നെ പ്രജകളും ശ്രേഷ്ഠരായിരുന്നു. മിഥിലാപുരിയിൽ ജ്ഞാനമില്ലാത്തവരായിട്ട് ആരുമില്ല എന്ന് പറയും. അവിടെ ഉണ്ടായിരുന്നൊരു വേശ്യ പോലും, പിങ്കളയുടെ കഥ എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ ഏകാദശ സ്കന്ധത്തിൽ കാണുകയും ചെയ്യും. അപ്പോൾ ആ പിങ്കള എന്നുള്ള വേശ്യ മിഥിലാപുരത്തിൽ ജീവിച്ചതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ചിന്തിക്കാനും തത്വജ്ഞാനം ഉണ്ടാവാനും സാധിച്ചത്. അപ്പം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു രാജ്യമാണ് മിഥിലാപുരി. അവിടെയുള്ളൊരു മഹാത്മാവ്, മറ്റൊരു മഹാത്മാവാണ് ശ്രുതദേവൻ എന്ന ബ്രാഹ്മണൻ. ഈ രണ്ടുപേരെയും ഭഗവാൻ അനുഗ്രഹിക്കാൻ ഒരേ സമയം ചെല്ലുന്നതാണ് കഥ. നമുക്കതിലേക്ക് പോകാം, വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഷഡശീതിതമോऽധ്യായഃ. രാജോവാച ബ്രഹ്മൻ വേദിതുമിച്ഛാമഃ സ്വസാരം രാമകൃഷ്ണയോഃ യഥോഭയമേ വിജയോ യാമമാസീത് പിതാമഹി. ശ്രീശുക ഉവാച അർജുനസ്തീർത്ഥയാത്രായാം പര്യടൻ അവനീം പ്രഭുഃ ഗതപ്രഭാസം അശൃണോത് മാതുലേയീം സ ആത്മനഃ. ദുര്യോധനായ രാമസ്താം ദാസ്യതീതി ന ചാപരേ തല്ലിപ്സു സയതിർഭൂത്വാ ത്രിദണ്ഡീ ദ്വാരകാമഗാത്. തത്ര വൈ വാർഷികാൻ മാസാൻ അവാൽസീത് സ്വാർത്ഥസാധകഃ. പൗരൈ സഭാജിതോ ഭീക്ഷ്ണം രാമേണാജാനദാ ച സഃ. ഏകദാ ഗൃഹമാനീയ ആതിഥ്യേന നിമന്ത്രിതം ശ്രദ്ധയോ ബഹൃതം ഭൈക്ഷ്യം ബലേന ബുഭുജേ കില. സോപശ്യത്തത്ര മഹതീം കന്യാം വീരമനോഹരാം പ്രീത്യുദ്ഭുല്ലേക്ഷണസ്തസ്യ ഭാവക്ഷുബ്ധം മനോദധേ.
സാപിതം ചകമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാപാംഗീ തന്യസ്തഹൃദയേക്ഷണാ താം പരം സമനുധ്യായൻ അന്തരം പ്രേപ്സുരർജുനഃ നലേഭേശം ഭ്രമച്ചിത്തഃ കാമേനാതിബലീയസാ മഹത്യാം ദേവയാത്രായാം രഥസ്ഥാം ദുർഗനിർഗതാം ജഹാരാനുമതഃ പിത്രോഃ കൃഷ്ണസ്യ ച മഹാരഥഃ രഥസ്ഥോ ധനുരാദായ ശൂരാംശ്ചാരുന്ധതോ ബടാൻ വിദ്രാവ്യക്രോശതാം സ്വാനാം സ്വഭാഗം മൃഗരാടിവ തച്ഛ്രുത്വാ ക്ഷുഭിതോ രാമഃ പർവണീവ മഹാർണവഃ ഗൃഹീതപാദഃ കൃഷ്ണേന സുഹൃദ്ഭിശ്ചാന്വശാമ്യതാം പ്രാഹിണോത്പാരിബർഹാണി വരവദ്ധോർമുദാ ബലഃ മഹാദനോപസ്കരേ വരദാശ്വനരയോഷിതഃ ശ്രീശുക ഉവാച കൃഷ്ണസ്യാസീദ്വിജശ്രേഷ്ഠഃ ശ്രുതദേവ ഇതി ശ്രുതഃ കൃഷ്ണൈകഭക്ത്യാ പൂർണാർത്ഥഃ ശാന്തഃ കവിരലംബടഃ സൗവാസവിദേഹേഷു മിഥിലായാം ഗൃഹാശ്രമീ അനീഹയാഗതാഹാര്യ നിർവർത്തിത നിജക്രിയഃ യാത്രാമാത്രം ത്വഹരഃ ദൈവാദുപനമത്യുത നാധികം താവതാ തുഷ്ടഃ ക്രിയാശ്ചക്രേ യദോചിതാഃ തദാ തദ്രാഷ്ട്രപാലോംഗ ബഹുളാശ്വ ഇതി ശ്രുതഃ മൈഥിലോ നിരഹം മാനഃ ഉഭൗ അപി അച്യുതപ്രിയൗ തയോഃ പ്രസന്നോ ഭഗവാൻ ദാരുകേണാഹൃതം രഥം ആരുഹ്യ സാകം മുനിഭിഃ വിദേഹാൻ പ്രയയൗ പ്രഭുഃ നാരദോ വാമദേവോത്രിഃ കൃഷ്ണോ രാമോ അസിതോ അരുണിഃ അഹം ബൃഹസ്പതി കണ്വോ മൈത്രേയശ്ച വനാദയഃ തത്ര തത്ര തമായാന്തം പൗരാജാനപദാ നൃപ ഉപതസ്തു സാർഗ്യഹസ്താഃ ഗ്രഹൈ സൂര്യമിവോദിതം ആനർത്തധന്വകുരുജാംഗലകംഗമത്സ്യപാഞ്ചാലകുന്ദിമധുകേകയ കോസലാർണാഃ അന്യേ ച തന്മുഖസരോജമുദാരഹാസസ്നിഗ്ധേ ക്ഷണം നൃപ പപുരുദൃശിഭിർനൃനാര്യഃ തേഭ്യഃ സ്വവീക്ഷണവിനഷ്ടതമിശ്രദൃഗ്ഭ്യഃ ക്ഷേമം ത്രിലോകഗുരുരർത്ഥദൃശം ച യച്ഛൻ ശൃണ്വൻ ദിഗന്ധധവളം സ്വയശോശുഭഗ്നം ഗീതം സുരൈർനൃഭിരഗാത്സനകൈർവിദേഹാൻ തേച്യുതം പ്രാപ്തമാകർണ്യ പൗരാജാനപദാ നൃപ അഭീയുർമുദിതാസ്തസ്മൈ ഗൃഹീതാർഹണപാണയഃ ദൃഷ്ട്വാ ത ഉത്തമശ്ലോകം പ്രീത്യുദ്ഭുല്ലാനനാശയാഃ കൈർധൃതാഞ്ജലിഭിർനേമുഃ ശ്രുതപൂർവാൻ തഥാ മുനീൻ സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനൗതം ജഗദ്ഗുരും മൈഥിലശ്രുതദേവശ്ച പാദയോഃ പേതദുഷ്പ്രഭോഃ ന്യമന്ത്രയേതാം ദാശാർഹം ആദിത്യേന സഹ ദ്വിജൈഃ മൈഥിലശ്രുതദേവശ്ച യുഗപത് സംഹതാഞ്ജലി ഭഗവാൻ തദഭിപ്രേത്യ ദ്വയോഃ പ്രിയചികീർഷയ ഉഭയോരാവിശദ്ഗേഹം ഉപാഭ്യാം തദലക്ഷിതഃ ശ്രോതുമപ്യസദാം ദൂരാഞ്ജനകഃ സ്വഗൃഹാഗതാൻ ആനീതേഷ്വാസനാഗ്രീഷു സുഖാസീനാൻ മഹാമനാഃ പ്രവൃദ്ധഭക്ത്യാ ഉദ്ധർഷ ഹൃദയാസ്രാവിലക്ഷണഃ നത്വാ തദംഗ്രീൻ പ്രക്ഷാള്യ തദപോ ലോകപാവനീഃ സകുടുംബോ വഹന്മൂർധ്നാ പൂജയാൻ ചക്ര ഈശ്വരാൻ ഗന്ധമാല്യംബരാകൽപധൂപദീപാർഘ്യഗോവൃഷൈഃ വാചാ മധുരയാ പ്രീണൻ ഇദമാഹാന്നതർപ്പിതാൻ പാദൗ അംഗഗതൗ വിഷ്ണോഃ സംസ്പൃശൻ ശനകൈർമുദാം രാജോവാച ഭവാൻ ഹി സർവഭൂതാനാം ആത്മാ സാക്ഷി സ്വദൃഗ്വിഭോ അദസ്നസ്ത്വൽപദാംബോജം സ്മരതാം ദർശനം ഗതഃ സ്വവചസ്തത്ഹൃതം കർത്തും അസ്മദൃഗ്ഗോചരോ ഭവാൻ യഥാ തൈകാന്തഭക്താന്മേ നാനന്ദഃ ശ്രീരജഃ പ്രിയഃ കോനു ത്വച്ചരണാംബോജം ഏവം വിസൃജേത് പുമാൻ നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം യസ്ത്വമാത്മദഃ യോവതീര്യ യദോർവംശേ നൃണാം സംസരതാമിഹ
യശോവിതേനേ തച്ഛാന്ത്यै ത്രൈലോക്യവൃജിനാപഹം. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ കുണ്ഡമേധസേ നാരായണായ ഋഷയേ സുശാന്തം തപൈയുഷേ. ദിനാനി കതിചിത് ഭൂമൻ ഗൃഹാന്നോ നിവസദ്വിജൈഃ സമേതഃ പാദരജസാ പുനീഹിതം നിമേ കുലം. ഇത്യുപാമന്ത്രിതോ രാജ്ഞാ ഭഗവാൻ ലോകഭാവനഃ ഉവാസ കുർവൻ കല്യാണം മിഥിലാ നരയോഷിതാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. 37 ശ്ലോകം വരെയാണ് ബഹുളാശ്വന്റെ ഗൃഹത്തിൽ ഭഗവാന് കൊടുത്ത സ്വീകരണം, പൂജ, സ്തുതി മുതലായവ. 38 മുതൽ ശ്രുതദേവന്റെ ഗൃഹത്തിലാണ്, അവിടുത്തെ കഥയാണ് പറയുന്നത്. രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത് തന്നെയാണ്. എങ്കിലും കഥ പറയുമ്പോൾ ഒരു കഥ കഴിഞ്ഞിട്ടല്ലേ അടുത്ത കഥയിലേക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അപ്പോൾ ആദ്യത്തെ 12 ശ്ലോകങ്ങൾ സുഭദ്രാഹരണ കഥയാണ്. നമ്മൾ ഇന്നലെ വിസ്തരിച്ച് കണ്ടു. ഇനിയും അത് വർണ്ണിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാര്യകാരണങ്ങളും സൂചിപ്പിച്ചോടെ സുഭദ്രാഹരണം കഥയും ഭഗവാന്റെ മിഥിലാഗമനം കഥയും ഒരേ അധ്യായത്തിൽ പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു. ഈ കാര്യത്തിൽ ലോകത്തിനൊരു വ്യക്തത ഉണ്ടാവണം. ആർക്കും ആ വ്യക്തത ഇല്ല. വേണ്ട പോലെ പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പ്രവൃത്തി, നിവൃത്തി, ഇത് രണ്ടും രണ്ടധികാരികൾക്കുള്ളതാണ്. രണ്ടും ഒരേ ലക്ഷ്യത്തെ പ്രാപിപ്പിക്കുന്നതാണ്. അതാണ് ഗീതയിലൊക്കെ ഭഗവാൻ ഉറപ്പിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഏകമപ്യാശ്രിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം. ഇതിലേതെങ്കിലും ഒന്നിനെ ഉറച്ചു നിന്നാൽ രണ്ടിൻ്റെയും ഫലം കിട്ടും എന്ന് അർജുനനോട് ഭഗവാൻ പറയുമ്പോൾ അവിടെ അർജുനനോട് പറയുന്നത് കർമ്മയോഗത്തിൽ ഉറച്ചു നിൽക്കാനാണ്, പ്രവൃത്തി ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാനാണ് പറഞ്ഞത്. പ്രവൃത്തി ധർമ്മത്തിൽ ഉറച്ചു നിൽക്കൂ, നിവൃത്തി ധർമ്മത്തിൻ്റെ ഫലവും അങ്ങേക്ക് വന്നു ചേരും എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ധർമ്മത്തിലൂടെ പാകപ്പെട്ട് നിവൃത്തി ധർമ്മത്തിന് അങ്ങ് അർഹനായി ആ നിവൃത്തി ധർമ്മത്തിൻ്റെ ഫലവും ലഭിക്കും. അല്ലാതെ നിവൃത്തി ധർമ്മത്തിന് അർഹതയില്ലാത്തവർ അതിലേക്ക് എടുത്തു ചാടിയാൽ അവരെവിടെയും എത്തില്ല. അവർ ഉഭയഭ്രഷ്ടരായി തീരാം. കാരണം അവർക്ക് ആ തലത്തിലേക്ക് ഉയരാൻ പ്രയാസമായിരിക്കും. അവർ കിടന്ന് ചക്രശ്വാസം വലിക്കും, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള മട്ടിൽ. അവരുടെ മനസ്സാണെങ്കിൽ വാസനാ സമ്പന്നമാണ്, വിഷയങ്ങളെ കൊണ്ട്, വിഷയചിന്ത കൊണ്ട് കലുഷിതമാണ്. അപ്പോൾ വിഷയചിന്ത കൊണ്ട് കലുഷിതമായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരാൾക്ക് നിവൃത്തിധർമ്മം ഒരിക്കലും സ്യൂട്ടബിൾ അല്ല, അത് പ്രോപ്പറല്ല. അതിനാണ് നിവൃത്തിധർമ്മത്തിന് യോഗ്യത നിശ്ചയിച്ചിരിക്കുന്നത്. സാധന ചതുഷ്ടയ സമ്പന്നരായ അധികാരികൾക്കുള്ളതാണ് നിവൃത്തിധർമ്മം. ആ സാധന ചതുഷ്ടയം വിവേകം, വൈരാഗ്യം, ശമാതിശക്ക സമ്പത്തി, മുമുക്ഷുത്വം, ഈ 4 ഗുണങ്ങളാണ്. അപ്പോൾ
LKG-ക്കാർ നേരിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സിലേക്ക് കയറിയതുപോലെ ഇരിക്കും പ്രവൃത്തിധർമ്മം അനുഷ്ഠിക്കേണ്ടവർ നിവൃത്തിധർമ്മത്തിലേക്ക് പ്രവേശിച്ച. അതുകൊണ്ട് ക്രമസന്യാസമാണ് ഭൂരിപക്ഷത്തിനും സൂട്ടബിൾ. എല്ലാവർക്കും സന്യസിക്കാവുന്നതാണ്, എല്ലാവരും സന്യസിച്ചിരിക്കേണ്ടതാണ്. എപ്പോ? പാകത വരുമ്പോൾ സന്യാസിച്ചോളൂ എന്ന അനുവാദം തന്നുണ്ട് ശാസ്ത്രം. യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. ഏത് ദിവസമാണോ നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടാകുന്നത്, വിരജേത് തദഹരേവ, അന്ന് തന്നെ, അതേ ദിവസം തന്നെ പ്രവ്രാജനം ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് കൽപ്പിക്കാൻ പറ്റില്ല. ആര് എന്ന് വിരക്തനാവുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരാൾ 50-ാം വയസ്സിൽ കൃത്യമായിട്ട് 50 വയസ്സ് തികഞ്ഞാൽ വിരക്തി വരും, അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ വിരക്തി വരും എന്ന് സാമാന്യവൽക്കരിച്ച് പറയാൻ പറ്റില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിൽ വിരക്തി വരാം. അത് അവരുടെ പൂർവജന്മ കർമ്മങ്ങളും വാസനകളും ഈ ജന്മത്തിലെ അവരുടെ ജീവിത രീതിയും സത്കർമ്മങ്ങളും അവരുടെ ജീവിത അനുഭവങ്ങളും എല്ലാം കൂടിയിട്ടുള്ള ആകത്തുകയാണ്. അപ്പോൾ ആ വിരക്തി പെർമനന്റ് ആയിരിക്കണമെങ്കിൽ അത് കുറുക്കന്റെ വിരക്തി ആവരുത്, അല്ലേ? കുറുക്കന്റെ വിരക്തി എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ കിട്ടാതാവുമ്പോൾ പുളിക്കും എന്ന് പറയുന്ന പോലെ, ചാടി കുറേ മടുത്തിട്ട് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുന്നത് ഒരു വിരക്തിയുടെ അഭിനയം മാത്രമാണ്. ആരെങ്കിലും പറിച്ചു കൊടുത്താൽ തിന്നാൻ റെഡിയാണ്. കിട്ടാത്തത് കൊണ്ട് മാത്രമുള്ളൊരു വിരക്തിയാണ്. അതുപോലെ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകൾക്കുണ്ടാവുന്നൊരു വിരക്തിയുണ്ട്, അല്ലേ? ഇനി മേലിൽ ഈ പണിക്കില്ല എന്ന് ചിന്തിക്കും. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ല പറയണത്. ഇപ്പോഴത്തെ കുട്ടികൾ ഒന്ന് പ്രസവിക്കുന്നതിന് മുമ്പേ അവർ വിരക്തരാണ്. ഇനി ഒന്ന് പ്രസവിക്കും കൂടി ചെയ്താൽ തീർത്തും. അപ്പോൾ പണ്ടൊക്കെ അല്ലേ മറ്റേ ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഇല്ലാത്ത കാലം, പിന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വേറെ നേരം പോക്കുകൾക്കൊന്നും അധികം സമയമില്ലാത്ത ജീവിതം, മറ്റ് നേരം പോക്കുകളായിട്ടുള്ള യാതൊന്നുമില്ല. സിനിമകളോ അല്ലെങ്കിൽ സീരിയലുകളോ ഈ പറഞ്ഞ മൊബൈലോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലം. നേരത്തെ കിടന്നുറങ്ങും, നേരത്തെ എണീക്കും, നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ പിന്നെന്താ ചെയ്യുക? അപ്പം അത് സംഭവിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു പ്രസവം കഴിയുമ്പോൾ സ്ത്രീകൾ ആ പ്രസവ വേദന അവരെ വല്ലാതെ വിരക്തരാക്കും. ഇനി മേലിൽ ഒരു പ്രസവം വേണ്ട, ഇനി ഈ പണിക്കില്ല എന്നൊക്കെ തീരുമാനിക്കും. പക്ഷേ മായ കുറച്ച് കഴിയുമ്പോൾ അവരെ എല്ലാം മറപ്പിക്കും. വീണ്ടും ചിലർ വർഷം തോറും, ചിലർ 2 വർഷം കൂടുമ്പോൾ റെഗുലറായിട്ട് പ്രസവിച്ചുകൊണ്ടേയിരുന്നു. 10 പ്രസവിച്ചവരും 12 പ്രസവിച്ചവരും, അടുത്ത ഒരു 50 വർഷം മുമ്പാണെങ്കിൽ 4ഉം 5ഉം പ്രസവിച്ചവരും ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പണിയാണ് ഇതിന് കത്തിവെച്ചത്. അപ്പം എന്തായാലും അതൊരു വൈരാഗ്യമാണ്, പ്രസവ വൈരാഗ്യം. പിന്നൊന്ന് ശ്മശാന വൈരാഗ്യം എന്ന് പറയും. ആരെങ്കിലുമൊക്കെ മരിച്ച് വളരെ വിഷമത്തോടെ ആ ശ്മശാനത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ, അവിടെ ഒരേ സമയം പലരെയും ദഹിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പം അതൊക്കെ കാണുമ്പോൾ ജീവിതത്തിൻ്റെ ആ ഒരു നിരർത്ഥകത വന്ന് കണ്ടിട്ട് ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം, ബന്ധുക്കളാണെങ്കിലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, അവർ വേഗം നമ്മളെ ദഹിപ്പിച്ച് സ്ഥലം വിടാൻ നോക്കുകയാണ്. ചിന്തിക്കുന്നവർക്ക് കാണാം, അല്ലേ? എത്രയും വേഗം നമുക്കിവിടുന്ന് സ്ഥലം വിടാൻ നോക്കാം. ക്ഷമയോടുകൂടി അത് കത്തിത്തീരാനൊന്നും ആരും നിൽക്കാറില്ല. കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പലരും സ്ഥലം വിടും. പിന്നെ അടുത്ത ബന്ധുക്കളാണ് ഒന്ന് നടുവറ്റ് വെള്ളം കൊടുത്തിട്ട് വേണം പോകാൻ എന്നൊക്കെ പറയും. കത്തുന്നതിൻ്റെ ആ നടുഭാഗം ഒന്ന്
അറ്റ് വീഴുക എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് നല്ലോണം ഉള്ളിൽ പിടിച്ചു കഴിഞ്ഞാലേ നടുഭാഗം ഒന്ന് താഴുള്ളൂ. എന്നിട്ടൊരു വെള്ളം കൊടുക്കൽ ചടങ്ങൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ അടുത്തവർ മാത്രം പോകും. അല്ല, അവിടെ നിൽക്കുന്നുണ്ടാവും, ആരും പോകും. മുഴുവൻ കത്തിത്തീരാൻ ആരും നിൽക്കില്ല. അപ്പോഴേക്കും തിരിഞ്ഞ് നടക്കുന്ന വഴി തന്നെ എവിടെയാ ചായ, എവിടെയാ ഭക്ഷണം എന്ന് ചോദിച്ചുകൊണ്ടാണ് എല്ലാവരും തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബന്ധങ്ങൾ, ഇത്രയൊക്കെ ഉള്ളൂ സ്നേഹങ്ങൾ, എല്ലാം വെറും അഭിനയം എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി ആ ശ്മശാനം ഒരു അധ്യാത്മ വിദ്യാലയമായി മാറും. അവിടുന്ന് ഒരു വിരക്തി വരാനുണ്ട്. അതൊക്കെ തൽക്കാലം എന്ന് പറയാം, കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് മണിക്കൂറുകൾ മാത്രം. അപ്പോൾ ഇതൊന്നും അല്ല വിരക്തി. വിരക്തി എന്നുള്ളത് വിവേകത്തിൽ നിന്ന് വരുന്നതാണ് യഥാർത്ഥ വിരക്തി. അത് സുഖമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ സുഖങ്ങളുടെയും നടുവിൽ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ട്, എന്നിട്ടും അതിലൊന്നും രുചിയില്ലാതാവുക. ഇതൊന്നുമല്ല ശാശ്വതം എന്നുള്ള ബോധ്യം വന്ന് ആ സമൃദ്ധിയെ ഉപേക്ഷിക്കുവാനുള്ള ഒരു വൈരാഗ്യം ഉണ്ടാവുക. അങ്ങനെയുള്ളവരുടെ വൈരാഗ്യമാണ് സ്ഥിരമായിരിക്കുക. കാരണം അവർ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു, അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഈ ലോകത്തിൻ്റെ നിരർത്ഥകത ശരിക്കും ബോധ്യം വന്നു. എല്ലാം നശ്വരമാണ്, അനിത്യമാണ്. അതുകൊണ്ട് ഈ അനിത്യവും അസുഖവുമായിട്ടുള്ള ഈ ലോകത്തെ അല്ല ആശ്രയിക്കേണ്ടത്. നിത്യവും സുഖവുമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അറിയേണ്ടത്, അതിനെയാണ് പ്രാപിക്കേണ്ടത് എന്നുള്ള ചിന്ത ഉറയ്ക്കുന്നത്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃത കൃതേന. ഈ കർമ്മങ്ങളെ കൊണ്ടൊന്നും അനന്തമായിട്ടുള്ള സുഖം തനിക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി ലോകത്തിൻ്റെ അർത്ഥശൂന്യത വേണ്ട പോലെ ഉൾക്കൊണ്ട് ഉണ്ടാകുന്ന വൈരാഗ്യം, നിർവേദം. ആ നിർവേദമായാത് എന്നിട്ട് തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത്. അതറിയുവാനായിക്കൊണ്ട് ഗുരുവിനെ സമീപിക്കണം. സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ഗുരുവിനെ സമിത്പാണിയായിട്ട് സമീപിക്കണം. സമിത്പാണി എന്നതുകൊണ്ട് കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ലാത്തവനായിട്ട്. ഇനിയും ഞാൻ കർമ്മം ചെയ്യണമോ എന്ന് ഗുരു പറയട്ടെ. അത് ഗുരുവിന് വിട്ടുകൊടുക്കണം. എനിക്ക് പാകത വന്നു എൻ്റെ സമിത്ത് അവസാനത്തെ ഹോമം ചെയ്യാൻ. സമിത്ത് കൊണ്ടുള്ള അവസാന ഹോമമാണ് വിരജാഹോമം എന്നുള്ള ഹോമം, സന്യാസത്തിലേക്കുള്ള ഹോമം. എല്ലാം വിരക്തമായതിൻ്റെ, മനസ്സ് രജോഗുണ ശുദ്ധമായതിൻ്റെ, രജോഗുണം നല്ലോണം പോയി, ആഗ്രഹങ്ങളൊന്നും ഇല്ല, വിക്ഷേപങ്ങളൊന്നും ഇല്ല, മനസ്സിൽ ശാന്തമാണ്. അങ്ങനൊരു പാകത വരുമ്പോഴാണ് അതിൻ്റെ പ്രതീകമായിട്ടാണ് വിരജാഹോമം. ഇനിയൊരു കർമ്മം ഞാൻ ചെയ്യുന്നില്ല, ഇനിയൊരു അഗ്നി ഞാൻ സംരക്ഷിക്കേണ്ടതില്ല. അങ്ങനെ അവസാനത്തെ അഗ്നിഹോത്രം ചെയ്തവനെയാണ് നിരഗ്നി എന്ന് പറയുക. അഗ്നിയെ നിർഗമിച്ചവൻ, അഗ്നിയെ ഉപേക്ഷിച്ചവൻ, അഗ്നികർമ്മങ്ങൾ വെടിഞ്ഞവൻ. ഇനി അയാൾക്ക് അഗ്നിഹോത്രങ്ങളില്ല. അപ്പം അങ്ങനെയുള്ള അതിനു വേണ്ടിയിട്ടാണ് കയ്യിൽ ചമത പിടിച്ചിരിക്കുന്നത്. ഇനിയും എത്ര കാലം ഞാൻ ഈ ചമത കൊണ്ടുള്ള അഗ്നികർമ്മം ചെയ്യണം, എനിക്ക് സന്യസിക്കാനുള്ള യോഗ്യത ആയോ, പൂർണ്ണ വൈരാഗ്യം വന്നോ എന്ന് ഗുരു പറയും. ആ ഗുരുവാണ് നമ്മുടെ സന്യാസ നിശ്ചയം ചെയ്യുക. നിനക്ക് സന്യാസത്തിനുള്ള സമയമായി, നിനക്കതിനുള്ള യോഗ്യതയായിട്ടുണ്ട്, നീ പക്വമതിയായിട്ടുണ്ട് എന്ന് ഗുരു പറഞ്ഞിട്ടാണ്, ഗുരുവാണ് സെലക്ട് ചെയ്യുക ശിഷ്യന്മാരെ ആരെയൊക്കെ എപ്പോഴൊക്കെ സന്യസിപ്പിക്കണം എന്ന്. അല്ലാതെ ശിഷ്യന്മാർ എന്നെ സന്യസിപ്പിക്കൂ, എന്നെ സന്യാസിയാക്കൂ എന്നൊന്നും പറഞ്ഞ് പോയാൽ
നല്ല ഗുരുക്കന്മാർ ഒരിക്കലും സമ്മതിക്കില്ല. നല്ല ഗുരുക്കന്മാർ നീ അതിനുള്ള യോഗ്യത ആവട്ടെ, അപ്പം ഞാൻ പറയാം എന്ന് പറയുള്ളൂ. അപ്പോൾ ഇവിടെയും കൃഷ്ണൻ അർജുനനോട് അതാണ് പഠിപ്പിക്കുന്നത്. നീ ഇപ്പം പാകമായിട്ടില്ല അർജുന, നീ ഇപ്പം പോയാൽ നീ അതേ വേഗത്തിൽ തിരിച്ചു പോരും. നിന്റെ രജോഗുണം ഒട്ടും ക്ഷയിച്ചിട്ടില്ല, നിന്റെ വാസനകൾ ക്ഷയിച്ചിട്ടില്ല, നിന്റെ ഉള്ളിലെ ക്ഷത്രിയ സ്വഭാവം പൗരുഷം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നീ ആളുകൾ ആരെങ്കിലും നിന്നെ പരിഹസിച്ചാൽ ഉടനെ പ്രതികരിക്കുന്ന പ്രകൃതമാണ്. നീ അവിടെ ഒരു യുദ്ധം ഉണ്ടാക്കും, അതുകൊണ്ട് അതിന് അവസരം ഉണ്ടാവരുത്. നിന്റെ മനസ്സിലെ യുദ്ധങ്ങളൊക്കെ ഒടുങ്ങണം, എന്നിട്ട് സന്യസിക്കാം എന്നാണ് ഗീതോപദേശം. അപ്പോൾ വ്യക്തമായി പറയുന്നു, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിന. അസ്മിൻ ലോകേ ദ്വിവിധാ നിഷ്ഠ. ഈ ലോകത്തിൽ 2 പ്രകാരത്തിലുള്ള മാർഗങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. ഉറച്ച പദ്ധതികളാണവ. അത് ജ്ഞാനയോഗേന സാഖ്യാനാം. സാഖ്യന്മാരെന്ന് പറഞ്ഞാൽ സന്യസിക്കാൻ യോഗ്യരായവർ, അന്തർമുഖരായവർ, വാസനാക്ഷയം വന്നവർ, അങ്ങനെയുള്ളവർക്ക് ജ്ഞാനയോഗം. ഉപനിഷത്തുക്കൾ ശ്രവണം ചെയ്ത് മനന നിധിധ്യാസനങ്ങളുടെ പദ്ധതി. ശ്രവണ മനന നിധിധ്യാസനങ്ങളെയാണ് ഇവിടെ ജ്ഞാനയോഗം കൊണ്ട് ഉദ്ദേശിച്ചത്. കർമ്മയോഗം കൊണ്ട് പ്രവൃത്തിധർമ്മം, ഗൃഹസ്ഥാശ്രമ ജീവിതം, അവനവൻ്റെ വാസനകളെ ക്ഷയിപ്പിക്കാനായിക്കൊണ്ടാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭോഗങ്ങൾ അനുഭവിക്കുമ്പോഴും അതിൻ്റെ നിസ്സാരത അപ്പപ്പോൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കുക, ബോധമുള്ളവരായി ജീവിക്കുക. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ. കർമ്മം കൊണ്ട് നേടുന്ന ലോകങ്ങളെ, അനുഭവങ്ങളെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോഴാണ് നിർവേദം പ്രാപിക്കുക. അപ്പോൾ ഈ 2 മാർഗങ്ങൾ, കർമ്മയോഗേന യോഗിനാം, പ്രവൃത്തി മാർഗം, ഇത് ഓരോരുത്തരും അവരവർ ഏതിന് യോഗ്യരായി എന്ന് സ്വയം തിരിച്ചറിയാം. അറിഞ്ഞില്ലെങ്കിൽ ഗുരുക്കന്മാരോട് ചോദിക്കാം. ഗുരുക്കന്മാരിൽ നിന്ന് അതിന് വ്യക്തത നമുക്ക് ഉണ്ടാകും. ഗുരുക്കന്മാരുടെ കൂടെ ഗുരുകുലങ്ങളിൽ അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ തന്നെ ഗുരുക്കന്മാർ വേഗം ഇയാളുടെ സ്വഭാവം എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യും. അതിനാണ് ഗുരുകുലത്തിൽ വസിക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 ധർമ്മങ്ങൾ, പ്രവൃത്തി നിവൃത്തി, അതിൻ്റെ 2 മോഡലുകളാണ് ബഹുളാശ്വനും ശ്രുതദേവനും. ബഹുളാശ്വൻ രാജാവാണ്. ഭൗതിക സുഖങ്ങളുടെ നടുവിൽ ഗൃഹസ്ഥനായി രാജ്യഭാരങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് വലിയ ഉത്തരവാദിത്വമുള്ള രജോ ഗുണം ഉള്ള ഒരാൾക്കേ രാജാവായിരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ വേണ്ട പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. വളരെ സാത്വികനായി കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, എക്സ്പ്ലോയിറ്റേഷൻ കൂടുതലായിട്ട് നടക്കും. അപ്പോൾ രജോ ഗുണം ഉള്ളവരെ മാത്രമേ ഭരണ തലപ്പത്ത് ഇരുത്താൻ പറ്റുള്ളൂ. അവർക്ക് തെറ്റ് ചെയ്യുന്നവരെ ശാസിക്കാനും ശിക്ഷിക്കാനും അതുപോലെ ദുഷ്ടന്മാരെയൊക്കെ വേണ്ട പോലെ ദണ്ഡിക്കാനും ഒക്കെയുള്ള സാമർഥ്യം, അതിനുള്ള തൻ്റെ ഇടം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ന് ഒരാളുടെ രജോ ഗുണം തീരെ ഇല്ലാതാവുന്നുവോ, അയാൾക്ക് വളരെ ശാന്തിയും സത്വഗുണവും മനസ്സിൽ വർദ്ധിച്ചു വരുന്നുവോ, അപ്പോൾ അയാൾ ഭരണതലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ഏത് പദവിയാണെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി സാത്വികന്മാർക്ക് പറ്റിയ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യലാണ് നല്ലത്. കൺസൾട്ടൻസ് ആയിട്ടിരിക്കുക, മാർഗദർശകന്മാരായിട്ടിരിക്കുക.
അതുപോലെ അധ്യാപനം, അത് ഏറ്റവും നല്ല ഇതാണ്. സാത്വികന്മാർക്ക് പറ്റിയ പണിയാണ് അധ്യാപനം. ഏത് വിഷയത്തിലാണോ അയാൾ എക്സ്പേർട്ടായിരിക്കുന്നത് ആ വിഷയം മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള സാമർഥ്യം നല്ല സാത്വികന്മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു നല്ല ക്ഷത്രിയനായിരിക്കണമെങ്കിൽ രജോ ഗുണം വേണം, നല്ല വൈശ്യനായിരിക്കണമെങ്കിൽ രജോ ഗുണം നല്ലോണം വേണം, എങ്കിലേ കച്ചവടത്തിൽ വിജയിക്കുള്ളൂ. അപ്പോൾ ഒരു വൈശ്യൻ്റെ രജോ ഗുണം കുറഞ്ഞു വരികയാണെങ്കിൽ അയാൾ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ കച്ചവടം നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ അതിനു മുമ്പ് അടുത്ത അനന്തരാവകാശികളെ ചുമതല ഏൽപ്പിച്ച് പതുക്കെ റിട്ടയർ ചെയ്യുന്നതാണ് ഉത്തമം. ഏത് രംഗത്തും നില തന്നെയാണ്. അപ്പോൾ ഇവിടെ ബഹുളാശ്വൻ എന്ന് പറഞ്ഞാൽ ഒരു രാജാവാണ്, ഭരണാധികാരിയാണ്, രജോ ഗുണമുള്ള ആളാണ്. അയാളുടെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ധാരാളം കുതിരകളുള്ളവൻ എന്നുകൂടിയാണ്. ഇവിടെ കുതിരകൾ എന്ന് പറയുമ്പോൾ വേദാന്തത്തിൽ ഉപനിഷത്തുകളിൽ കുതിരകൾ ഇന്ദ്രിയങ്ങളുടെ പ്രതീകങ്ങളാണ്. ഇന്ദ്രിയാണി ഹയാനാഹു എന്ന് കഠോപനിഷത്തിലും മറ്റു പല ഉപനിഷത്തിലും പറയും. ഇന്ദ്രിയങ്ങളെയാണ് കുതിരകളായി പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായിരിക്കുന്നവനാണ് ബഹുളാശ്വം എന്ന് വെച്ചാൽ അടക്കം വന്നിട്ടില്ലാത്തവൻ, കർമ്മയോഗം ചെയ്യാൻ അർഹനായിട്ടുള്ളവൻ. അയാൾ തൻ്റെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമാക്കി ചെയ്യുകയാണ് വേണ്ടത്. താൻ ചെയ്യുന്ന രാജ്യഭാരം ഈശ്വരാർപ്പണമാക്കി ചെയ്യുക. അതിലൂടെ അയാൾക്ക് രജോ ഗുണം കുറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബഹിർമുഖത കുറഞ്ഞ് ശുദ്ധ സത്വഗുണം വർദ്ധിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളെ രാജ്യഭാരം ഏൽപ്പിച്ച് വാനപ്രസ്ഥം സന്യാസം സ്വീകരിക്കാം. ശ്രുതദേവൻ എന്ന് പറഞ്ഞ് ഒരു ബ്രാഹ്മണനെ കുറിച്ച് പറയുന്നു. ശ്രുതദേവൻ എന്ന് പറഞ്ഞാലോ, ശ്രുതം എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ശ്രവിക്കപ്പെട്ടത്, വേദങ്ങൾ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചത്. അത് ദേവശബ്ദം കൊണ്ട് ദിവ്യതേ പ്രകാശതേ. അപ്പോൾ പഠിച്ച ശാസ്ത്രങ്ങളൊക്കെ നല്ലപോലെ പ്രകാശിക്കുന്നവനും പ്രകാശിപ്പിക്കുന്നവനുമാണ് ശ്രുതദേവൻ. നല്ല ജ്ഞാനി, നല്ല പണ്ഡിതൻ എന്നൊക്കെ അർത്ഥമാണ്. അത് ബ്രാഹ്മണരുടെ ലക്ഷണം. നല്ല ബ്രാഹ്മണരൊക്കെ ശ്രുതദേവന്മാരായിരിക്കും, നല്ല ക്ഷത്രിയരൊക്കെ ബഹുളാശ്വന്മാരായിരിക്കും. അപ്പോൾ ബഹുളാശ്വന്മാർക്കുള്ളത് പ്രവൃത്തി മാർഗം, കർമ്മയോഗം. ശ്രുതദേവന്മാർക്കുള്ളത് നിവൃത്തി മാർഗം, സന്യാസ ജീവിതം. ഈ രണ്ട് കൂട്ടരുടെ ജീവിത പദ്ധതികളെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ഭഗവാന് രണ്ടും ഒരുപോലെയാണ്. ഭഗവാൻ രണ്ടുപേരെയും ഒരേപോലെ ബഹുമാനിക്കുന്നു, അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നു. പക്ഷെ അവർ രണ്ടുപേരും ഭഗവാനെ സ്തുതിക്കുന്നതും സ്വീകരിക്കുന്നതും അവരവരുടെ നിലയ്ക്കാണ്. ബഹുളാശ്വൻ രാജാവാണ്, രാജകീയമായിട്ടുള്ള ഭോഗങ്ങളെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നു, അതുപോലെയുള്ള വാക്കുകളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ശ്രുതദേവൻ ഒരു ബ്രാഹ്മണനാണ്, അഥവാ വേദജ്ഞനാണ്, പണ്ഡിതനാണ്, നല്ല സാത്വികനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ലളിതമാണ്. അന്നന്നാൾ കിട്ടുന്ന ബലമൂലാദികൾ കൊണ്ട് ജീവിക്കുന്ന മഹാത്മാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഭഗവാനെ സൽക്കരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലും അതുപോലെയുള്ള വിഷയങ്ങളാണ് ഭഗവാനോട് പറയുന്നത്, ഭഗവാനെ സ്തുതിക്കുന്നത്. ഈ വ്യത്യാസം നമ്മൾ സൂക്ഷ്മമായിട്ട് ഇതിൽ നിരീക്ഷിക്കേണ്ടതാണ്. ഇത് വായിക്കുമ്പോൾ, ഈ കഥയൊക്കെ വായിക്കുമ്പോൾ ആ വ്യത്യാസം നിരീക്ഷിക്കേണ്ടതാണ്. അപ്പോഴാണ് ഈ തത്വവും നമുക്ക് മനസ്സിലാക്കുക. ഇനി ഭഗവാൻ ഇവിടേക്ക് പോകുമ്പോൾ കുറേ മുനിമാരെയും കൂടെ കൂട്ടുന്നുണ്ട്. മുനിമാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാതൃകയായിരിക്കുന്ന പണ്ഡിതന്മാരാണ്. അവരെ കൂടെ കൂട്ടുന്നത് എന്തിനാണ്? അവർക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കാൻ കൂടിയാണ്. കാരണം നിങ്ങളാണ് ശ്രേഷ്ഠന്മാർ, നിങ്ങൾ സമൂഹത്തിന് ഈ വക കാര്യങ്ങളെ ഉപദേശിക്കേണ്ടവരാണ്. അപ്പോൾ ഈശ്വരനായ എനിക്ക് പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മവും
ഒരുപോലെ എൻ്റെ 2 കണ്ണുകൾ പോലെ ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിൽ അർഹിക്കുന്ന ആളുകൾ അതാത് മാർഗങ്ങളെ പിന്തുടരുക. ഓരോരുത്തരും അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് മാർഗത്തെ തിരഞ്ഞെടുക്കുക. തീരെ പക്വതയില്ലാത്ത രജോ ഗുണവും തമോ ഗുണവും നിറഞ്ഞിരിക്കുന്ന ആളുകളെ സന്യാസമാർഗത്തിലേക്ക് അനുവദിക്കാതിരിക്കുക. നല്ലപോലെ പാകത വന്ന ആളുകളെ സന്യാസമാർഗത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് സമൂഹം ചെയ്യേണ്ടത്. അതിന് സമൂഹത്തിന് ഗുരുക്കന്മാർ മാർഗദർശികളായിരിക്കണം. അതിനാണ് ഋഷീശ്വരന്മാരെ കൂടെ കൂട്ടിയിട്ട് പോയത്. നിങ്ങൾ വേണ്ടതുപോലെ എല്ലാവർക്കും പറയേണ്ടത് പറഞ്ഞു കൊടുക്കണം. നിങ്ങളിലൂടെയാണ് ഈ ധർമ്മം ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു കഥയിൽ നിന്ന് സാരമായിട്ട് ഗ്രഹിക്കേണ്ടത്. നമുക്കിനി ആസ്വദിക്കാം. ഈ കഥയുടെ ഉള്ളിലേക്ക് വേർഡ് ബൈ വേർഡ്, ശ്ലോകം ബൈ ശ്ലോകം നമുക്ക് നോക്കാം. നാരായണ. 13-ാം ശ്ലോകം മുതൽക്ക് നമ്മൾ വായിച്ചല്ലോ അല്ലേ? 37 വരെ വായിച്ചു. ശ്രീശുക ഉവാച കൃഷ്ണസ്യാസീദ്വിജശ്രേഷ്ഠഃ ശ്രുതദേവ ഇതി ശ്രുതഃ കൃഷ്ണൈകഭക്ത്യാ പൂർണാർത്ഥഃ ശാന്തഃ കവിഃ അലംബടഃ. ശ്രീശുക ഉവാച കൃഷ്ണസ്യാസീദ്വിജശ്രേഷ്ഠഃ ശ്രുതദേവ ഇതി ശ്രുതഃ കൃഷ്ണൈകഭക്ത്യാ പൂർണാർത്ഥഃ ശാന്തഃ കവിഃ അലംബടഃ. അപ്പോൾ സുഖബ്രഹ്മർഷി തുടരുന്നു. കൃഷ്ണസ്യ ആസീത് ദ്വിജശ്രേഷ്ഠഃ ശ്രുതദേവ ഇതി ശ്രുതഃ. ശ്രുതദേവ ഇതി ശ്രുതഃ. ശ്രുതദേവൻ എന്ന് പേരുകേട്ട പ്രശസ്തനായ കൃഷ്ണൈകഭക്ത്യാ പൂർണാർത്ഥഃ, അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയാണ് കൃഷ്ണൈകഭക്ത്യാ പൂർണാർത്ഥഃ. കൃഷ്ണനിലുള്ള ഏകാന്ത ഭക്തി കൊണ്ട് പൂർണ്ണമായ അർത്ഥത്തോടു കൂടിയവൻ എന്ന് വെച്ചാൽ വളരെ തൃപ്തി അടയുന്ന പുരുഷാർത്ഥ പ്രാപ്തി നേടിയ ഒരു മഹാത്മാവ് എന്ന് പറയാം. ധർമാർത്ഥ കാമങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളൊക്കെ പൂർത്തീകരിച്ച് മോക്ഷത്തിന് യോഗ്യനായിരിക്കുന്ന മഹാത്മാവാണ് പൂർണാർത്ഥ. ഇപ്പോൾ കൃഷ്ണനിലുള്ള ഭക്തി കൊണ്ട് തന്നെ ഇത്രയും പാകത നേടിയതായിട്ടുള്ള മഹാത്മാവ് പൂർണാർത്ഥ. ശാന്ത, അദ്ദേഹം മഹാശാന്തനാണ്. ശാന്തൻ എന്നാൽ തന്നെ മനസ്സിന് അടക്കമുള്ളവൻ, ശമം ശീലമായിട്ടുള്ളവൻ. എന്തുകൊണ്ട്? കാമങ്ങളില്ലാത്തത് കൊണ്ട്. കാമമില്ലാത്തവരുടെ മനസ്സാണ് ശാന്തമായിരിക്കുക. കാമമുണ്ടെങ്കിൽ കൂടെ ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങളൊക്കെ പുറകെ വന്നോളും. കാമമില്ലെങ്കിൽ അവരുടെ മനസ്സായിരിക്കും ശാന്തം. അപ്പോൾ എല്ലാ കാമങ്ങളും അടങ്ങിയ ആളാണ്. അകാമഹതഃ എന്ന് ഉപനിഷത് ഭാഷയിൽ പറയാം. ശാന്ത, ശാന്തമായ മനസ്സോടു കൂടിയവനും. കവി, കവി എന്ന് പറഞ്ഞാൽ ഋഷി തുല്യൻ, ദീർഘദർശി, അസാധാരണ ബുദ്ധി വൈഭവം, ധിഷണാവൈഭവമൊക്കെ ഉള്ള ആള്. അപ്പം നല്ല വിവേകി, നല്ല ജ്ഞാനി എന്നൊക്കെ അർത്ഥമാണ്. കാര്യങ്ങളെ നല്ല രീതിയിൽ വിവേചിച്ച് അറിയാനുള്ള സൂക്ഷ്മ ബുദ്ധിയുള്ള ആള് കവി. അലംബടഹ ന ലംബടഹ. ലംബടൻ എന്ന് പറഞ്ഞാൽ ആസക്തൻ, വിഷയങ്ങളിൽ വളരെയധികം ആസക്തിയുള്ള ആളുകളാണ് ലംബടന്മാർ. ഇവിടെ അലംബടഹ, ഒന്നിലും ആഗ്രഹമില്ലാത്തവൻ. അങ്ങനെയുള്ള ദ്വിജശ്രേഷ്ഠൻ കൃഷ്ണന് ഭക്തനായിട്ട് ഉണ്ടായിരുന്നു. കൃഷ്ണസ്യ ആസീത് ദ്വിജശ്രേഷ്ഠഃ ശ്രുതദേവ ഇതി ശ്രുതഃ കൃഷ്ണൈക ഭക്ത്യാ പൂർണാർത്ഥഃ ശാന്തഃ കവിഃ അലംബടഃ. ഈ വാക്കുകളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ വരച്ചു തന്നു. ഏകദേശം കുചേലനെ പോലെ, ഏകദേശമല്ല, നല്ലോണം കുചേലനെ പോലെ.
കുചേലൻ്റെ ഗുണങ്ങളൊക്കെ ഏകദേശം അത് തന്നെയാണ് പറഞ്ഞത്. സ ഉവാസ വിദേഹേഷു മിഥിലായാം ഗൃഹാശ്രമി അനീഹയാഗദാഹാര്യ നിർവർത്തിത നിജക്രിയ. സ ഉവാസ വിദേഹേഷു മിഥിലായാം ഗൃഹാശ്രമി അനീഹയാഗദാഹാര്യ നിർവർത്തിത നിജക്രിയ. സഹ ഉവാസ വിദേഹേഷു മിഥിലായാം. അപ്പോൾ അദ്ദേഹം എവിടെയാ വസിക്കുന്നത്? വിദേഹേഷു, വിദേഹ രാജാക്കന്മാരുടെ രാജ്യത്ത്, വിദേഹ രാജ്യങ്ങളിലാണ് വസിക്കുന്നത്. മിഥിലായ, മിഥില എന്നുള്ളത് വിദേഹ രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ്. എങ്ങനെയാണോ കോസല ദേശത്തിൻ്റെ ക്യാപിറ്റലായിട്ട് അയോധ്യ ഇരിക്കുന്നത്, അതുപോലെ ഇവിടെ വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് മിഥിലാപുരി. മിഥിലപുരിയാണ്, വിദേഹം സാമ്രാജ്യമാണ്. അപ്പോൾ വിദേഹേഷു മിഥിലായാം സഹ ഉവാസ. എങ്ങനെ? ഗൃഹാശ്രമി. അദ്ദേഹം ഗൃഹാശ്രമിയാണ്, ഗൃഹത്തിലാണ് വസിക്കുന്നത്. ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും അദ്ദേഹം വളരെ ആ ഒരു സന്യാസിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാനപ്രസ്ഥൻ്റേതായിട്ടുള്ള തലത്തിലേക്ക് പാകത വന്നു കഴിഞ്ഞ ആളാണ്. അനീഹയ ആഗത ആഹാര്യ നിർവർത്തിത നിജക്രിയ. ഇവിടെ എതിർച്ചാലാപസന്തുഷ്ട. നമ്മുടെ കുചേലനെ പറഞ്ഞപ്പോൾ എതിർച്ചാലാപസന്തുഷ്ട എന്ന് പറഞ്ഞു. അതേ ഗുണം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അനീഹയ ആഗത ആഹാര്യ നിർവർത്തിത നിജക്രിയ. അനീഹ എന്ന് പറഞ്ഞാൽ ഈഹ ഇല്ലാതെ. ഈഹ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ആഗ്രഹം, പ്രവൃത്തി, ഇത് രണ്ടിനും ഈഹ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഒരു ആഗ്രഹവുമില്ല, പ്രവർത്തിക്കുന്നുമില്ല. എന്തിനെങ്കിലും വേണ്ടി പ്രത്യേകമായിട്ടുള്ള അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്നില്ല ആള്. അപ്പോൾ കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് തുടങ്ങിയിട്ടുള്ള വിരക്തനാണ്. അതാണ് അനീഹയ, പ്രവൃത്തി ചെയ്യാതെ. ആഗത ആഹാര്യം, ആഗതം വന്നു ചേരുന്ന ആഹാര്യം എന്ന് പറഞ്ഞാൽ ഭോഗങ്ങൾ, വിഷയപദാർത്ഥങ്ങൾ, എന്തൊക്കെ അനുഭവിക്കാനായിട്ട് ഏതൊക്കെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നു എല്ലാം ആഹാര്യങ്ങളാണ്. അപ്പോൾ ഭോജ്യങ്ങൾ, ആ ആഹാര്യങ്ങളെ കൊണ്ട് നിർവർത്തിത നിജക്രിയ. നിർവർത്തിതം, നിതരാം വർത്തിതം, നന്നായി വർത്തിക്കുന്ന, നിജക്രിയ, തൻ്റെ കർമ്മങ്ങൾ, തൻ്റെ കാര്യങ്ങൾ. അപ്പോൾ തൻ്റെ ഗൃഹകാര്യങ്ങൾ, തൻ്റെ ശരീരയാത്ര, ഇതെല്ലാം എങ്ങനെ അദ്ദേഹം ഒരു പണിയും എടുക്കാതെ യാദൃച്ഛികമായി വന്നു ചേരുന്നുവോ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നു. ഒരു ബ്രാഹ്മണോത്തമനാകുമ്പോൾ അറിഞ്ഞ് ധാരാളം ദാനങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കും. അല്ലെങ്കിലും അദ്ദേഹത്തിന് ആവശ്യങ്ങൾ വളരെ പരിമിതവുമാണ്. അന്നന്നാൾ കിട്ടുന്ന കാര്യങ്ങളെ കൊണ്ട് കഴിഞ്ഞു പോകുന്നതിൽ യാതൊരു വിഷമവുമില്ലാത്ത, ഒരു ആങ്സൈറ്റിയും വറിയുമില്ലാത്ത പക്വതയുള്ള മഹാത്മാവാണ്. എനിക്ക് വരാനുള്ളത് എനിക്ക് തന്നെ വരും. എനിക്ക് പ്രാരബ്ധമില്ലാത്തത് ഞാൻ എത്ര അധ്വാനിച്ചിട്ടും കാര്യവുമില്ല. ഇത് നല്ല ഉറപ്പുണ്ട് അദ്ദേഹത്തിന്. നമുക്ക് യോഗമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പെടാപ്പാടൊന്നും പെട്ടിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വരാനുള്ളതോ അത് ആർക്കും തടയാനും പറ്റില്ല. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ബോധ്യം ഉണ്ടെങ്കിൽ നല്ലൊരു ശാന്തി ഉണ്ടാവും, അല്ലേ? നമ്മൾ ഏത് നേരത്തെ എവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അവിടുന്നേ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നല്ലോണം സുഭിക്ഷമായിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ പോലും നമുക്കത് കഴിക്കാൻ യോഗമില്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ആപത്ത് വരികയോ എവിടേക്കെങ്കിലും അത്യാവശ്യമായിട്ട് പോകേണ്ടി വരികയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടത്തോടുകൂടി വന്ന് അത് അവർക്ക് കൊടുക്കേണ്ടി വരികയോ ഒക്കെ സംഭവിക്കാം. എന്തും സംഭവിക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലേ? വടക്കേ ഇന്ത്യയിൽ പറയാറുണ്ട്, ഓരോരുത്തർക്കും ഭക്ഷിക്കാനുള്ള ധാന്യത്തിൽ അവരവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ദാനേ ദാനേമേ
കാനേവാലേക്ക നാമ ലിക്കാഹേ. ഓരോ ധാന്യത്തിലും കാനേവാലേക്ക, ആരാണോ കഴിക്കാൻ പോകുന്നത് അയാളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് വേറൊരാൾക്ക് കഴിക്കാൻ പറ്റില്ല. ലേബൽഡാണ്. സീറ്റ് റിസർവ്ഡ് എന്ന് പറയും പോലെ ഭക്ഷണത്തിലും റിസർവേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പക്വതയുള്ള മഹാത്മാവാണ് അനീഹയ ആഗത ആഹാര്യ നിർവർത്തിത നിജക്രിയ. തൻ്റെ കാര്യങ്ങളെല്ലാം വന്നു ചേരുന്ന, എതിർച്ചയാ വന്നു ചേരുന്ന ഭോഗങ്ങളെ കൊണ്ട് കഴിച്ചു കൂട്ടുന്നു. അതിനുവേണ്ടി പ്രത്യേകം അധ്വാനിക്കുന്നൊന്നും ഇല്ല. അത്രയും ഒരു പാകത വന്ന മഹാത്മാവാണ്. മിഥിലാപുരിയിലാണ് അദ്ദേഹം വസിക്കുന്നത്. യാത്രാമാത്രം തു അഹരഹ ദൈവാദ് ഉപനമത്യുത നാദികം താവദാ തുഷ്ടഃ ക്രിയാശ്ചക്രേ യഥോചിതാഃ. യാത്രാമാത്രം ത്വഹരഹർ ദൈവാതുപനമത്യുത നാധികം താവദാ തുഷ്ടഃ ക്രിയാശ്ചക്രേ യഥോചിതാഃ. അഹരഹ ദൈവാത് യാത്രാമാത്രം ഉപനമതിയുത അധികം. അപ്പോൾ അഹരഹ ദിവസം തോറും, ദിനം പ്രതി, ഓരോ ദിവസവും ദൈവാത് യാത്രാമാത്രം ഉപനമതിയുത. ദൈവാത് എന്ന് പറഞ്ഞാലോ പ്രാരബ്ധാത്, വിധിവശാത്, യദൃച്ഛയാ എന്നൊക്കെ അർത്ഥം. ദൈവാത് എന്ന് പറഞ്ഞാൽ അദൃഷ്ടം, പ്രാരബ്ധം എന്നർത്ഥം. ആ എതിർച്ചയായിട്ട് യാത്രാമാത്രം, യാത്രാമാത്രം ജീവിതയാത്രയ്ക്ക് അളവ് എത്രയാണോ അത്രമാത്രം അളന്ന് തൂക്കിയതുപോലെ, അന്നും നാളേക്ക് വേണ്ട റേഷൻ പോലെ ഉപനമതിയുത. ഉപനമതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരൂത്രേ. ഉത എന്നുള്ളത് അത് ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ളത് വാകേറിയ ദൈവം ഭക്ഷണം തരും. അത് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. അതുപോലെ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായത് മാത്രം, അത്യാവശ്യമായത്, യാത്രാമാത്രമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് വന്നു ചേരുന്നു. അധികം ന, അതും പറഞ്ഞിട്ടുണ്ട്. നാധികം, നാധികം, ആവശ്യത്തിലധികം വരാറില്ല. ആവശ്യത്തിലധികം വരുമ്പോഴാണ് പിന്നെ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ദൂർത്ത് തുടങ്ങുന്നത്, അല്ലേ? വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആവശ്യത്തിലധികം വരുമ്പോഴാണ്. നമ്മുടെ പണ്ടത്തെ കുടുംബങ്ങളിൽ അത്യാവശ്യം വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മര്യാദക്കാരായിരുന്നു. നല്ല സ്വഭാവം, ശുദ്ധിയുള്ളവരൊക്കെ ആയിരുന്നു. അടക്കവും ഒതുക്കവും എല്ലാം ഉള്ളവരായിരുന്നു. ഇപ്പോൾ എല്ലാ വീടുകളിലും മക്കളിപ്പോൾ ലക്ഷങ്ങളിലാണ് സമ്പാദിക്കുന്നത്. വിദേശത്തുനിന്ന് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമാനം അധികമായതോടുകൂടിയിട്ട് എല്ലാ ഗൃഹങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ദൂഷ്യം വന്നു ചേർന്നു, ധൂർത്ത് വന്നു ചേർന്നു. ഒരു കാര്യത്തിനും ഒരു വിലയില്ലാതായി. ഒന്നിനോടും ഒരു മതിപ്പില്ല. പ്രകൃതിയോട് ഒട്ടും കരുണയില്ല, സ്നേഹമില്ല. അതുപോലെ അഹങ്കാരം വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെ വരുംതോറും, വരുമാനം കൂടുന്തോറും മനുഷ്യരുടെ സ്വഭാവം, ഐശ്വര്യ, മതം വർദ്ധിച്ചു വരുന്നത് നമ്മൾ ചുറ്റും കാണുന്നു. അപ്പോൾ പഴയ ദാരിദ്ര്യമായിരുന്നു. ദാരിദ്ര്യം എന്ന് പറയേണ്ട, അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. വളരെ എന്താ പറയുക, കഷ്ടിച്ച് മുട്ടാതെ പോയിരുന്നു എന്ന് പറയാം പണ്ടത്തെ കാലമൊക്കെ, അല്ലേ? അന്നത്തെ കാലത്ത് വലിയ ധനികന്മാരുടെ അടുത്ത് പോലും ധാരാളം ക്യാഷായിട്ടൊന്നും ഉണ്ടാവില്ല. ഭൂമിയുണ്ട്, ധാന്യങ്ങൾ ധാരാളം ഉണ്ടാവും. പത്തായത്തിൽ ധാരാളം നെല്ലും ധാന്യങ്ങളും കൂട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ
തൊടിയിലും തോട്ടത്തിലുമായിട്ട് ധാരാളം ഉണ്ട്. കൃഷി, പച്ചക്കറി എല്ലാം ധാരാളം ഉണ്ട്. ചക്കയും മാങ്ങയും വേണ്ടതുണ്ട്, നാളികേരം വേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ പൈസ ചോദിച്ചാൽ എടുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ധാരാളമാകുമ്പോൾ ഇതൊന്നും ഒന്നിച്ച് തിന്നാനും പറ്റില്ല. അപ്പം എന്താവും, അടുത്തുള്ളവർ, ദാരിദ്ര്യമുള്ളവർക്ക് കൊടുക്കാൻ മടിയും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വീട്ടിലുണ്ടാവുന്ന വിളകളിൽ നിന്നൊക്കെ അടുത്തുള്ളവർക്ക് പങ്കിട്ട് കൊടുത്തുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നു. ആ കാലമായിരുന്നു സുവർണകാലം, അല്ലേ? ഇന്ന് ഭോഗസുഖങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യർ അവരവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വിഷമിക്കുന്ന കാലഘട്ടം. അപ്പോൾ യാത്രാമാത്രം തു അഹരഹ ദൈവാത് ഉപനമതിയുത നാധികം. ഇദ്ദേഹമോ താവതാ തുഷ്ട, അത് ഉള്ളത് കൊണ്ട് അദ്ദേഹം തുഷ്ടനാണ്, വളരെ സന്തുഷ്ടനാണ്. എത്ര വന്നു ഉള്ളത് മതി അദ്ദേഹത്തിന്, അതുകൊണ്ട് തുഷ്ടനാണ്. ഉചിതാഹ ക്രിയാഹ യഥാ ചക്രേ, ഉചിതങ്ങളായ ക്രിയകൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ, ഓരോ ദിവസവും ചെയ്യേണ്ട നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും ഒക്കെ വേണ്ടതുപോലെ ചെയ്തുകൊണ്ടുവരുന്നു. ഒരു കുഴപ്പമില്ല. ഒരു ഗൃഹസ്ഥാശ്രമി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തിരുന്നു എന്നർത്ഥം. തദാ തദ്രാഷ്ട്രപാലോംഗ ബഹുളാശ്ചൈതി ശ്രുതഃ മൈഥിലോ നിരഹം മാനഃ ഉഭൗ അപി അച്യുതപ്രിയൗ. തദാ തദ്രാഷ്ട്രപാലോംഗ ബഹുലാശ്വ ഇതി ശ്രുതഃ മൈഥിലോ നിരഹം മാനഃ ഉഭൗ അപി അച്യുതപ്രിയൗ. ഇപ്പോൾ 3 ശ്ലോകങ്ങളെ കൊണ്ട് ശ്രുതദേവനെ വർണ്ണിച്ച ശേഷം തദാ തദ്രാഷ്ട്രപാലോ അംഗ, ഹേ അംഗ, അല്ലയോ പൂജ്യനായ പരീക്ഷത്തെ കേൾക്കൂ. തഥാ അപ്രകാരം തന്നെ തദ്രാഷ്ട്രപാല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപാലൻ എന്ന് വെച്ചാൽ വിദേഹ രാജാവ്, മിഥിലാപുരിയുടെ അധിപനായിരിക്കുന്ന അദ്ദേഹം ബഹുലാശ്വ ഇതി ശ്രുത. അദ്ദേഹത്തിന് പ്രശസ്തമായ പേര് ബഹുളാശ്വൻ എന്നാണ്. അപ്പോൾ ബഹുളാശ്വൻ എന്ന് പ്രശസ്തനായ രാജാവായിരുന്നു അന്ന് മിഥില ഭരിച്ചിരുന്നത്. മൈഥിലോ, അദ്ദേഹം മൈഥിലനാണ് എന്ന് വെച്ചാൽ മിഥിലാധിപതിയാണ്. മിഥിലന്റെ വംശത്തിൽ, നിമിയുടെ വംശത്തിലൊക്കെ ജാതനാണ്. മൈഥില ആസീത് നിരഹമ്മാനഃ, അദ്ദേഹം നിരഹമ്മാനനായിരുന്നു, അഹമ്മാനമില്ലാത്തവൻ എന്ന് വെച്ചാൽ തൻ്റെ സ്ഥാനത്തിലും ധനത്തിലും ഒന്നും അഹങ്കാരമില്ലാത്തവൻ, വളരെ വിനീതനായിട്ടുള്ളൊരു മഹാരാജാവായിരുന്നു. എല്ലാ നല്ല ഗുണങ്ങളും തികഞ്ഞ മഹാരാജാവായിരുന്നു എന്നർത്ഥം. അഹമ്മാനം ഇല്ലാതെ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര ഭക്തി ഉണ്ടാവണം. തന്നേക്കാൾ വലിയൊരാളുണ്ട്, താൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യൻ മാത്രമാണ്, ഈ ലോകത്തിന് എന്താവായിട്ട് ഒരു ഈശ്വരനുണ്ട്, ആ ഈശ്വരൻ നമ്മൾക്ക് ഓരോ സ്ഥാനങ്ങൾ കൽപ്പിച്ച് തന്നിരിക്കുന്നു, നാം അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മുടെ കർത്തവ്യം ചെയ്യുക, അപ്പോൾ ആ ഈശ്വരൻ പ്രസാദിക്കും എന്നൊക്കെയുള്ള വിവരമുള്ളവർക്കേ വിനീതരാവാൻ പറ്റുള്ളൂ, അഹങ്കാരം ഇല്ലാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിരഹമ്മാനനും ആയിരുന്നു ആ മിഥില രാജാവായ ബഹുളാശ്വൻ. ഉപൗ അപി അച്യുത പ്രിയൗ. ഉപൗ അപി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും, ശ്രുതദേവനും ബഹുളാശ്വനും അച്യുത പ്രിയൗ, രണ്ടുപേരും കൃഷ്ണഭക്തന്മാരാകുന്നു എന്നും അച്യുതന് അങ്ങോട്ടും പ്രിയമുണ്ടായിരുന്നു. കാരണം ഇതുപോലെയുള്ള ആളുകളാണ് ഭഗവാന് പ്രിയങ്കരന്മാരെന്ന് ഭഗവാൻ ആവർത്തിച്ച് ഗീതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ എനിക്ക് പ്രിയം ഉള്ളവരാണ് എന്ന് ഭഗവത്ഗീത 12-ാം അധ്യായം മുഴുവൻ ആവർത്തിച്ച് പറയണം. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇവർ. ഇപ്പോൾ ഭഗവാന് പ്രിയമില്ലാതിരിക്കുമോ?
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയമുള്ളവരാണ്. തയോ പ്രസന്നോ ഭഗവാൻ ദാരുകേണാഹൃതം രഥം ആരുഹ്യ സാകം മുനിഭിഃ വിദേഹാൻ പ്രയയൗ പ്രഭുഃ. തയോ പ്രസന്നോ ഭഗവാൻ ദാരുകേണാഹൃതം രഥം ആരുഹ്യ സാകം മുനിഭിഃ വിദേഹാൻ പ്രയയൗ പ്രഭുഃ. ഭഗവാൻ തയോഹോ പ്രസന്നഃ. ഭഗവാൻ ഇവരുടെ രണ്ടുപേരുടെയും ഭക്തിയിലും പ്രാർത്ഥനയിലും പ്രസാദിച്ചവനായി, സന്തുഷ്ടനായി ഇവരെ ചെന്ന് അനുഗ്രഹിക്കണം എന്ന് ഭഗവാൻ മനസ്സാ കൽപ്പിച്ചു. അപ്പോൾ ഭഗവാന്റെ സാരഥി ദാരുകൻ രഥം ആഹരിച്ചു എന്ന് വെച്ചാൽ കൊണ്ടുവന്നു. അപ്പോൾ ദാരുകേണ രഥം ആഹൃതം, ദാരുകനാൽ കൊണ്ടുവരപ്പെട്ട രഥത്തിലേക്ക് ആരുഹ്യ ഭഗവാൻ കയറി. ആരോടുകൂടി? സാകം മുനിഭിഹി, മുനികളോടുകൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുനികൾക്ക് വേറെ വേറെ വാഹനങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പ്രത്യേക വാഹനങ്ങൾ ഏർപ്പാട് ചെയ്തുകൊണ്ട് അനേകം മുനിമാരോട് കൂടിയിട്ട് ഭഗവാൻ വിദേഹാൻ പ്രയയൗ വിഭുഹു പ്രഭുഹു. പ്രഭുവായ ഭഗവാൻ ആ വിദേഹാൻ, വിദേഹ രാജ്യങ്ങളിലേക്ക് പ്രയയൗ പ്രകർഷേണ യാനം ചെയ്തു, ഭഗവാൻ പ്രയാണം ചെയ്തു. അപ്പോൾ മുനിമാരെ കൂടി കൂട്ടി അല്ലേ? ഇതുവരയ്ക്ക് ഭഗവാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മുനിമാരെ കൂട്ടിയതായിട്ട് അറിവുണ്ടോ? എവിടെ പോകുമ്പോഴും ഒന്നുകിൽ ബലരാമസ്വാമി, അല്ലെങ്കിൽ സാത്വികി, അല്ലെങ്കിൽ ഉദ്ധവൻ, അങ്ങനെയുള്ള പലരുമാണ് കൂടെ ഉണ്ടാവുക. ഇവിടെ സ്പെഷ്യലി മുനിമാരെ കൂട്ടി എന്നുള്ളതിൻ്റെ താല്പര്യം ഞാൻ പറഞ്ഞു. കാരണം മുനിമാരാണ് ഈ ലോകത്തിന് മാതൃകകളായി ജീവിക്കേണ്ടവരും വഴികാട്ടേണ്ടവരും. അപ്പോൾ മുനിമാരെ കൂടെ കൂട്ടി. നാരദോ വാമദേവോ അത്രിഃ കൃഷ്ണോ രാമോസിതോ അരുണിഃ അഹം ബൃഹസ്പതി കണ്ണോ മൈത്രേയശ്ച വനാദയഃ. ആ മുനിമാരിൽ പ്രമുഖരാരൊക്കെയാണെന്ന് എടുത്തു പറയുകയാണ്. നാരദോ വാമദേവോത്രിഃ കൃഷ്ണോ രാമോ അസിതോ അരുണിഃ അഹം ബൃഹസ്പതി കണ്വോ മൈത്രേയഃ ച വനാദയഃ. നാരദ മഹർഷി മുമ്പിൽ തന്നെ ഉണ്ട്. മൂപ്പരന്നെ ആയിരിക്കും മുനിമാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ലീഡർ. ഭഗവാന്റെ സന്ദേശം എല്ലാവരെയും അറിയിച്ച് കൂട്ടിയിട്ട് വന്നതൊക്കെ നാരദ മഹർഷി ആയിരിക്കും. അങ്ങനെ നാരദൻ ലീഡറായിട്ടുണ്ട്. വാമദേവ മഹർഷിയുണ്ട്, അത്രി മഹർഷിയുണ്ട്, കൃഷ്ണ. ഇവിടെ കൃഷ്ണൻ എന്നത് വ്യാസന്റെ പര്യായമാണ്. ഭഗവാൻ തന്നെയാണല്ലോ ഇവിടെ കൃഷ്ണ ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത് വ്യാസൻ, കൃഷ്ണദ്വൈപായനായ വ്യാസൻ. രാമ എന്നതുകൊണ്ട് ബലരാമസ്വാമി അല്ല, പിന്നെ ആരാ? പരശുരാമൻ, ഭാർഗവരാമൻ. അവരാണ് മുനികൾ. അവ ഭാർഗവരാമൻ എന്ന മഹർഷിയും അസിതൻ എന്ന മഹർഷിയും അസിതോ ആരുണി എന്ന് പറയുന്ന മഹർഷിയും അഹം. ആരാ പറയണത്? ശ്രീ ശുകബ്രഹ്മർഷി. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിൽ. എന്നെയും യതിപൂജയ്ക്ക് വിളിച്ചു. ഞാൻ സാധാരണ എല്ലാ യതിപൂജയ്ക്കൊന്നും പോവാറില്ല. ഭഗവാൻ വിളിക്കുമ്പോൾ ഭഗവാന്റെ കൂടെ പോവാ എന്ന് വിചാരിച്ച് പോയി. ഒരു യതിപൂജയ്ക്ക് പോവണം അല്ലേ? ഒരു രാജകൊട്ടാരത്തിലുണ്ട് യതിപൂജ, ഒരു ബ്രാഹ്മണ ഗൃഹത്തിലുണ്ട്. അവിടേക്ക് കൂട്ടിയിട്ട് പോയി. അതാണ് അഹം, ഞാനും പോയി. ബൃഹസ്പതി, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി, കണ്വ മഹർഷി, മൈത്രേയ മഹർഷി, ച്യവനാദയ ച്യവനൻ മുതലായവർ. മുതലായവർ എന്ന് പറയുന്നതോട് ഫുൾ സ്റ്റോപ്പ് ആയില്ല. ഇനിയും ആരൊക്കെയോ ഉണ്ട്, പേര് ഇവിടെ വർണ്ണിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ അനേക മഹർഷിമാരെയും കൂട്ടിയിട്ടാണ് ഭഗവാന്റെ മിഥിലാപുരി യാത്ര. തത്ര തമായാന്തം പൗരാ ജാനപദാ നൃപ ഉപതസ്തു സാർഗ്യഹസ്താഃ ഗ്രഹൈ സൂര്യമിവോദിതം. തത്ര തമായാന്തം പൗരാ ജാനപദാ നൃപ ഉപതസ്തു സാർഗ്യഹസ്താഃ ഗ്രഹൈ സൂര്യമിവോദിതം. അപ്പോൾ ഭഗവാൻ ഇവരുമായിട്ട് മഹർഷിമാരുമായിട്ട് പോകുന്ന സമയത്ത് ആയാന്തം തം തത്ര പൗരാഃ ജാനപദാഃ സാർഗ്യഹസ്താഃ
ഉപതസ്തുഹു ആയാന്തം തം ആഗമിക്കുന്നവനായ അവനെ എന്ന് പറഞ്ഞാൽ വന്നു ചേരുന്ന ആ കൃഷ്ണനെ തത്ര തത്ര അവിടെ പൗരാഹ ആ പുരവാസികൾ, ഓരോ പുരത്തിലുള്ള വാസികൾ. അപ്പൊ എത്ര ദൂരമുണ്ട്? ദ്വാരകയിൽ നിന്ന് മിഥിലാപുരി എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ എന്താ പറയുക, ഒരു കോണിൽ നിന്ന് ഒരു കോണിലേക്ക് അല്ലേ, പടിഞ്ഞാറിൽ നിന്ന് വടക്ക് കിഴക്കൻ മൂലയിലേക്ക് ഇങ്ങനെ ഒരു യാത്രയാണ്, നല്ലൊരു ദീർഘയാത്ര. അപ്പോൾ വഴിയിലൊക്കെ പൗരന്മാരെ അറിഞ്ഞിട്ട്, നേരത്തെ തന്നെ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്, അങ്ങനെ അവിടെയൊക്കെ ഇദ്ദേഹത്തെ സ്വീകരിക്കാനായിക്കൊണ്ട് അതാത് പട്ടണങ്ങളിലെ വാസികൾ ഈ ധർമ്മസന്ദേശ യാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുകയാണ്. അതാണ് തത്ര തത്ര പൗരാഹ ജാനപദാഹ. ജാനപദാഹ ജനപദങ്ങളിൽ വസിക്കുന്നവരും. ജനപദങ്ങൾ എന്ന് പറയുമ്പോൾ പുരികളായിരിക്കില്ല, വലിയ പട്ടണങ്ങളായിരിക്കില്ല, ചെറിയ ചെറിയ സബർബൻസ്, അങ്ങനെയുള്ള റെസിഡൻഷ്യൽ ഏരിയ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവരും ഹേ നൃപ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, സാർഗ്യഹസ്താഹ അർഘ്യം ഹസ്തത്തിൽ ധരിച്ചവരായിട്ട്. അപ്പോൾ അവിടെ അർഘ്യം എന്നാൽ വെള്ളം, പൂജയ്ക്കുള്ള വെള്ളത്തിനെയാണ് പ്രധാനമായിട്ട് അർഘ്യം എന്ന് പറയുക. അവിടെ പൂജയ്ക്കുള്ള ദ്രവ്യങ്ങളൊക്കെ ആയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്, പൂജാദ്രവ്യങ്ങളുമായിട്ട്. അപ്പോൾ താലപ്പൊലികളും പൂക്കളും പൂർണ്ണകുംഭങ്ങളും അതുപോലെയുള്ള ഫലങ്ങൾ ഇതൊക്കെ ആയിട്ട്, മാലകൾ എല്ലാമായിട്ട് ഭഗവാന്റെ കാല് കഴുകി കൊടുക്കാനും എല്ലാം തയ്യാറായിക്കൊണ്ട് അർഘ്യഹസ്തരായിട്ട് പൂജാദ്രവ്യങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ഉപതസ്തു ഉപാസിച്ചു അഥവാ സേവിച്ചു, പൂജിച്ചു എന്നൊക്കെ അർത്ഥമാണ്. ഏതുപോലെ ഭഗവാന്റെ വരവ് ഗ്രഹൈഹി ഉദിതം സൂര്യം ഇവ. ഉദിച്ചുയരുന്ന സൂര്യനെ ഗ്രഹങ്ങളോടുകൂടി കാണുന്നത് പോലെ. ഇവിടെ ഋഷിമുനിമാർ കൂടെയുള്ളവരെയാണ് ഗ്രഹങ്ങളായിട്ട് ഉപമിച്ചിരിക്കുന്നത്. ഭഗവാനെ സൂര്യനോട് ഉപമിച്ചുകൊണ്ട്, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? സന്ധ്യാവന്ദനം ചെയ്യുന്നവരൊക്കെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തയ്യാറായി നിന്ന് സൂര്യന് പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കലാണ് അർഘ്യം സമർപ്പിക്കുക. സൂര്യഭഗവാന്റെ ആ ഗായത്രി മന്ത്രവും മറ്റുമൊക്കെ ചൊല്ലിക്കൊണ്ട്, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ഭഗവാന് അർഘ്യം സമർപ്പിക്കലുണ്ട് സൂര്യോദയത്തിൽ. അപ്പോൾ ആ ഉദയസൂര്യന് അർഘ്യം സമർപ്പിക്കുന്ന ആളുകളെപ്പോലെ ഇവിടെ മുനിമാരാകുന്ന ഗ്രഹങ്ങളോടുകൂടി എഴുന്നള്ളുന്നതായിട്ടുള്ള ആ സൂര്യതുല്യനായ ഭഗവാനെ എല്ലാവരും വഴിനീളെ സ്വീകരിച്ചു, പൂജിച്ചു, സൽക്കരിച്ചു എന്നൊക്കെ അർത്ഥം. തത്ര തത്ര തമായാന്തം പൗരാജാനപദാ നൃപ ഉപതസ്തു സാർഗ്യഹസ്താഹ ഗ്രഹൈ സൂര്യമിവോദിതം ആനർത്തധന്വ കുരുജാംഗല കങ്കമത്സ്യ പാഞ്ചാലകുന്തി മധുകേകയകോസലാർണാഹ അന്യേ ച തന്മുഖ സരോജമുദാരഹാസസ്നിഗ്ധേക്ഷണം നൃപപപുർ ദൃശിഭിർ നൃനാര്യഃ ആനർത്തധന്വ കുരുജാംഗല കങ്കമത്സ്യ പാഞ്ചാലകുന്തി മധുകേകയ കോസലാർണാഹ അന്യേ ച തന്മുഖ സരോജമുദാരഹാസസ്നിഗ്ധേക്ഷണം നൃപപപുർ ദൃശിഭിർ നൃനാര്യഃ. അപ്പൊ ഏതൊക്കെ ദേശത്തിലൂടെയാണ് കടന്നുപോയത് ഏകദേശം ക്രമത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ദ്വാരകയിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്ന ദേശം ആനർത്തം. ഗുജറാത്തിന്റെ കൂടുതൽ ഏരിയ ആനർത്ത ദേശങ്ങളാണ്. അപ്പോൾ ആനർത്തം എന്ന് പറയുന്നതായിട്ടുള്ള ദേശം, ധന്വം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനാണ്, മരുഭൂമി എന്നാണ് അർത്ഥം. അപ്പോൾ ആ രാജസ്ഥാൻ മരുഭൂമി കടന്നിട്ടാണ് ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് പിന്നെ എവിടേക്കാണ്? ധന്വം കഴിഞ്ഞ കുരുദേശം, നമ്മുടെ ഹസ്തിനപുര സാമ്രാജ്യം, ഡൽഹി ഒക്കെ നിൽക്കുന്ന ഹരിയാന ഏരിയയാണ് കുരുദേശം. അങ്ങനെ ആ കുരുദേശത്തിലൂടെ അത് കഴിഞ്ഞ് ജാങ്കലം എന്ന് പറയുന്നതായിട്ടുള്ള ദേശം, അത് കഴിഞ്ഞ് കങ്കദേശം, മത്സ്യം എന്ന് പറയുന്ന ദേശം, പാഞ്ചാലം എന്ന ദേശം, കുന്തി, മധു, കേകയം, കോസലം, അർണം, ഇതൊക്കെ അന്നത്തെ കാലത്തുള്ള പല രാജ്യങ്ങളാണ്, ചെറിയ ചെറിയ രാജ്യങ്ങളാണ്.
അപ്പോൾ ആനർത്തം, ധന്വം, കുരു, ജാങ്കലം, കങ്കം, മത്സ്യം, പാഞ്ചാലം, കുന്തി, മധു, കേകയം, കോസലം, അർണം, ഈ ദേശങ്ങളിലുള്ള നൃനാര്യ, നരന്മാര്, നാര്യ സ്ത്രീകൾ, ഇവരെല്ലാം ആ വഴിയിൽ നിന്നുകൊണ്ട് തന്മുഖസരോജം ഉദാരഹാസസ്നിഗ്ധേക്ഷണം ദൃശിഭിഹി പപു. ഹേ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, അവരവരുടെ കണ്ണുകളെ കൊണ്ട് പാനം ചെയ്തു. എന്താ പാനം ചെയ്തത്? ആ ഭഗവാന്റെ മുഖസരോജം, തന്മുഖസരോജം, ഭഗവാന്റെ മുഖമാകുന്ന ആ താമരയെ അവർ കണ്ണുകളെ കൊണ്ട് പാനം ചെയ്തു. ആ മുഖസരോജം കീദൃശം? ഉദാരഹാസസ്നിഗ്ധേക്ഷണം, വളരെ ഉദാരമായ വിശാലമായിട്ടുള്ള മന്ദഹാസം, എല്ലാവരെയും നോക്കി ചിരിക്കുന്നുണ്ട്, എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഉദാരഹാസത്തോടും സ്നിഗ്ധ ഈക്ഷണം, സ്നിഗ്ധ ഈക്ഷണം എന്ന് പറഞ്ഞാൽ സ്നേഹപൂർണമായ നോട്ടം, നല്ല ചിരിച്ച മുഖത്തോടെ സ്നേഹപൂർണമായ നോട്ടത്തോടുകൂടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആ കാരുണ്യം നിറഞ്ഞൊഴുകുന്ന ഭഗവാന്റെ ആ മുഖകമലത്തെ വഴിയിലുള്ള മനുഷ്യർ എല്ലാവരും, പുരുഷന്മാരും സ്ത്രീകളും, ആ സൗന്ദര്യധാമമായ ഭഗവാന്റെ മുഖത്തെ എല്ലാവരും തന്നെ ഹേ നൃപ ദൃശിഭിഹി പപുഹു, പപുഹു എന്ന് പറഞ്ഞാൽ പാനം ചെയ്തു എന്നാണ്. പാദാതു പാതി, കുടിക്കുന്നു എന്നുള്ള വർത്തമാനക്രിയയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പപുഹു. എല്ലാവരും കൂടി കുടിച്ചു. കണ്ണുകളെ കൊണ്ട് കുടിച്ചു. അങ്ങനെ എല്ലാവരും വഴിനീളെയുള്ള അന്യേച്ച എന്നും കൂടി പറയേണ്ട, അന്യേ എന്ന് പറഞ്ഞതുകൊണ്ട് മുകളിൽ പറയുന്നതിൽ വിട്ടുപോയിട്ടുള്ള രാജ്യങ്ങൾ, പേര് പ്രശസ്ത രാജ്യങ്ങളുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞു. അതിൻ്റെ ഇടയിലുള്ള അന്യദേശക്കാരും ഉണ്ടാവും. ആ ദേശത്തിലുള്ളവരും ഇടയിലുള്ള ദേശക്കാരും എല്ലാവരും, അവിടെയുള്ള മനുഷ്യർ, ആണും പെണ്ണും അടക്കം എല്ലാവരും ഭഗവാന്റെ ഈ മധുരമായിട്ടുള്ള നോട്ടത്തോടു കൂടിയ, സ്നേഹപൂർണമായ കടാക്ഷത്തോടു കൂടിയ ഭഗവാന്റെ മുഖകമലത്തെ, മന്ദഹാസപൂർണമായ മുഖ സൗന്ദര്യത്തെ അവർ ആസ്വദിച്ചു, കുടിച്ചു. തേഭ്യസ്വീക്ഷണ വിനഷ്ടതമിശ്രദൃഗ്ഭ്യഃ ക്ഷേമം ത്രിലോകഗുരുരർത്ഥദൃശം ച യച്ഛന് ശൃണ്വൻ ദിഗന്ധധവളം സ്വയശോശുഭഗ്നം ഗീതം സുരൈർനൃഭിരഗാത് ശനകൈർവിദേഹാൻ. തേഭ്യസ്വീക്ഷണ വിനഷ്ടതമിശ്രദൃഗ്ഭ്യഃ ക്ഷേമം ത്രിലോകഗുരുരർത്ഥദൃശം ച യച്ഛന് ശൃണ്വൻ ദിഗന്ധധവളം സ്വയശോശുഭഗ്നം ഗീതം സുരൈർനൃഭിരഗാത് ശനകൈർവിദേഹാൻ. അപ്പോ ഭഗവാൻ വിദേഹാൻ നൃഭിഹി അഗാത്, തൻ്റെ കൂടെയുള്ള ആളുകളോടുകൂടെയും ഭഗവാൻ അഗാത്, അഗാത് എന്ന് പറഞ്ഞാൽ ഗമിച്ചു. എവിടെ? വിദേഹാൻ. എങ്ങനെ? ശനകൈഹി, ശനകൈഹി എന്നുള്ളതിൽ ഈ വഴിയിലുള്ള ആളുകളോടൊക്കെ കാണിച്ച കാരുണ്യം വ്യക്തമാണ്. ഭഗവാൻ മിഥിലയിലേക്ക് പാഞ്ഞു പോവുകയല്ല ഉണ്ടായത്, വഴിയിലുള്ളവരെയൊക്കെ ഒപ്പം കടാക്ഷിച്ചുകൊണ്ട്, എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ട്, എല്ലാവർക്കും തന്നെ കാണാനും പൂജിക്കാനും സ്നേഹം പ്രകടിപ്പിക്കുവാനും ഉള്ളതായിട്ടുള്ള അവസരം കൊടുത്തുകൊണ്ട് ശനകൈഹി വിദേഹാൻ അഗച്ഛത്, പതുക്കെ വിദേഹത്തിലേക്ക് എത്തിച്ചേർന്നു. എങ്ങനെയൊക്കെ ആയിട്ട്? അതാണ് മറ്റു വരികളിൽ പറയുന്നത്. സ്വവീക്ഷണ വിനഷ്ട തമിശ്രദൃഗ്ഭ്യഃ തേഭ്യഃ ത്രിലോകഗുരുഃ ക്ഷേമം അർത്ഥദൃശം യച്ഛന്. ഭഗവാൻ പോകുന്ന വഴിയിൽ യച്ഛന്, യച്ഛൻ എന്ന് പറഞ്ഞാൽ നൽകിക്കൊണ്ടാണ് പോകുന്നത്. എന്താ നൽകുന്നത്? ഭഗവാൻ ആരാണ്? ത്രിലോക ഗുരുവാണ്. 3 ലോകത്തിലും വെച്ച് എല്ലാറ്റിലും വലിയവനും എല്ലാവർക്കും ഉപദേശം ചെയ്യുന്നവനുമാണ്. പരമാർത്ഥ തത്വോപദേശം ചെയ്യുന്നവനാണ്.
ആ ഭഗവാൻ എല്ലാവർക്കും ക്ഷേമം അർത്ഥദൃശം യച്ഛന്. ക്ഷേമം എന്ന് പറഞ്ഞാൽ അഭ്യുദയ മാർഗങ്ങളെ കുറിച്ചിട്ടുള്ള ഉപദേശം. അർത്ഥദൃശം എന്ന് പറഞ്ഞാൽ അർത്ഥദൃഷ്ടി, അർത്ഥദൃഷ്ടിയെ നൽകിക്കൊണ്ട്. അർത്ഥദൃഷ്ടി എന്ന് പറഞ്ഞാലോ പരമാർത്ഥ ദൃഷ്ടി. പരമാർത്ഥ ദൃഷ്ടി എന്ന് പറയുമ്പോഴോ ജ്ഞാനം, സാഖ്യം. അപ്പോൾ രണ്ടുമുണ്ട്. ഭഗവാൻ ക്ഷേമവും കൊടുക്കുന്നുണ്ട്, ജ്ഞാനവും കൊടുക്കുന്നുണ്ട്, പരമാർത്ഥ ദർശനവും. അപ്പോൾ ശ്രേയസ്സും പ്രേയസ്സും അല്ലെങ്കിൽ യോഗക്ഷേമങ്ങളെ, ആ മാർഗങ്ങളെ ഉപദേശിച്ചുകൊണ്ടാണ് പോകുന്നത്. ഓരോരുത്തരെയും കാണുമ്പോൾ ചോദിക്കും, എല്ലാവരും നിങ്ങളുടെ ധർമ്മം അനുഷ്ഠിക്കുന്നില്ലേ? ഗൃഹസ്ഥന്മാരായിരിക്കുന്നവരൊക്കെ പ്രവൃത്തി ധർമ്മം, ഗൃഹസ്ഥധർമ്മം, യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? അതുപോലെ മുതിർന്നവരായിട്ടുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ എല്ലാവരും വാനപ്രസ്ഥ സന്യാസ ജീവിതമല്ലേ നയിക്കുന്നത്? അവർക്ക് വേണ്ടതായിട്ടുള്ള അർത്ഥദൃഷ്ടിയെയും കൊടുത്തുകൊണ്ട്, പരമാർത്ഥ ദർശനത്തെ നൽകിക്കൊണ്ട് ആണ് ഭഗവാന്റെ പോക്ക്. അപ്പോ സ്വവീക്ഷണ വിനഷ്ട തമിശ്ര ദൃഗ്ഭ്യ തേഭ്യ അവർക്കായിക്കൊണ്ട്, വഴിയിൽ തന്നെ സൽക്കരിച്ചവർക്ക് അവരുടെ ദൃഷ്ടികൾക്ക് എന്ത് സംഭവിച്ചു? അവരുടെ സ്വവീക്ഷണ വിനഷ്ട തമിശ്ര ദൃഗ്ഭ്യ, സ്വവീക്ഷണം ഭഗവാനെ ദർശിച്ചതുകൊണ്ട് അവരുടെ തമിശ്രം ദൃക്കുകളിൽ നിന്ന്, അവരുടെ കണ്ണുകളിലെ ഇരുട്ട് വിനഷ്ടം നശിച്ചുപോയി. അജ്ഞാന തിമിരം നശിച്ചു. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ത്രിലോക ഗുരു ആ ഭഗവാനെ കണ്ടതോടുകൂടിയിട്ട് അവരുടെ കണ്ണുകളിലെ ഇരുട്ടകന്നു. അവരുടെ കണ്ണുകളിലെ തമിശ്രം, അജ്ഞാനമാകുന്ന അന്ധകാരം അകന്നു. അതാണ് സ്വവീക്ഷണ വിനഷ്ട തമിശ്ര ദൃഗ്ഭ്യ തേഭ്യ. അങ്ങനെയുള്ളവർക്കായിക്കൊണ്ട്. അപ്പൊ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. സ്വാമിയെ കണ്ടതോടുകൂടിയിട്ട് അവരുടെ ഹൃദയം ശുദ്ധമായി, അവരുടെ അജ്ഞാന അന്ധകാരമെല്ലാം നശിച്ചു. അങ്ങനെയുള്ള ബുദ്ധി തെളിഞ്ഞ അവർക്ക് വേണ്ട ഉപദേശം കൊടുത്തു എന്ന് താല്പര്യം. ഭഗവാനെ കാണുമ്പോഴേ അന്ധക്കരണ ശുദ്ധി ഉണ്ടായിട്ടുള്ള ആളുകൾക്കൊക്കെ രണ്ട് മാർഗങ്ങളെക്കുറിച്ചും, ക്ഷേമത്തെക്കുറിച്ചും പരമാർത്ഥ ദർശനത്തെക്കുറിച്ചുമുള്ള അറിവ് യച്ഛന് നൽകുന്നവനായിക്കൊണ്ട് ആ ത്രിലോക ഗുരുവായ ഭഗവാൻ ദിഗന്ധധവളം അശുഭഗ്നം സുരൈഹി നൃഭിഹി ഗീതം സ്വയശഃ ശൃണ്വൻ ഭഗവാൻ കേട്ടുകൊണ്ടാണ് പോകുന്നത്. എന്തിനെ കേൾക്കുന്നത്? സ്വയശഃ, തന്നെ എല്ലാവരും സ്തുതിക്കുന്നത്, തൻ്റെ യശസ്സിനെ കുറിച്ച് പ്രശംസിക്കുന്നത് കേട്ടുകൊണ്ട്. അപ്പൊ എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ ഈ യശസ്? ദിഗന്ധധവളം, ദിഗന്ധരങ്ങളെ വരെ വെളുപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത്, എല്ലാ ദിക്കുകളിലും പരന്നിരിക്കുന്നത് എന്നർത്ഥം. ഭഗവാന്റെ യശസ് ദിഗന്ധങ്ങളിലൊക്കെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അശുഭഗ്നം, കേൾക്കുന്നവരുടെ എല്ലാ അശുഭങ്ങളെയും നശിപ്പിക്കുന്നതാണ്. ഏറ്റവും പവിത്രമായിട്ടുള്ളതാണ് ഭഗവാന്റെ ഈ കീർത്തി. അത് സുരൈഹി നൃഭിഹി ഗീതം, സുരന്മാരാലും നരന്മാരാലും ഗാനം ചെയ്യപ്പെടുന്നത്. അപ്പൊ ആകാശത്തിൽ ദേവന്മാർ സ്തുതിക്കുന്നുണ്ട്, ഭൂമിയിൽ നരന്മാർ സ്തുതിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തുനിന്നും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ട്. ശൃണ്വൻ സ്വയശഃ ശൃണ്വൻ, തന്റെ യശസ്സിനെ കുറിച്ച് കേട്ടുകൊണ്ടാണ് ശനകൈഹി, പതുക്കെ പതുക്കെ ഭഗവാൻ വിദേഹാൻ അഗാത്, വിദേഹ രാജ്യത്തേക്ക് ഭഗവാൻ ചെല്ലുന്നത്, ഗമിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ആ ഭഗവാന്റെ ഒരു യാത്ര, ഒരു ഒന്നൊന്നര യാത്രയായിരുന്നു, ഒരു ധർമ്മ സന്ദേശ യാത്രയായിരുന്നു എന്ന് പറയാം. അങ്ങനെ ഭഗവാൻ അവിടെ വിദേഹ രാജ്യത്തെത്തുമ്പോൾ അവിടെയുള്ളവർ ഭഗവാനെ സ്വീകരിക്കാനായിക്കൊണ്ട് പൂജാദ്രവ്യങ്ങളും താലപ്പൊലികളുമായിട്ട് കാത്തു നിൽക്കുന്നു. തേച്യുതം പ്രാപ്തമാകർണ്യ പൗരാജാനപദാ നൃപ അഭീയുർ മുദിതാസ്തസ്മൈ ഗൃഹീതാർഹണപാണയഃ. തേച്യുതം പ്രാപ്തമാകർണ്യ
പൗരാജാനപദാ നൃപ അഭീയുർമുദിതാസ്തസ്മൈ ഗൃഹീതാർഹണപാണയ. ആ പൗരാജാനപദാഹ, മിഥിലാപുരിയോട് ഉള്ളിൽ താമസിക്കുന്ന പൗരന്മാരും ചുറ്റുമുള്ള മറ്റ് ദേശങ്ങളിൽ ജനപദങ്ങളിൽ താമസിക്കുന്ന ജാനപദന്മാരും, അപ്പൊ പട്ടണത്തിലും സബർബൻസിലും താമസിക്കുന്നവരൊക്കെ അച്യുതൻ വരുന്നു എന്ന് കേട്ടിട്ട്, ഇതാണ് തേ അച്യുതം പ്രാപ്തം ആകർണ്യ, അച്യുതൻ പ്രാപ്തനായിരിക്കുന്നു എന്ന് കേട്ടിട്ട് പുരവാസികളും ജനപദവാസികളുമായിട്ടുള്ള ആ മിഥിലാരാജ്യത്തെ പ്രജകളെല്ലാവരും ഹേ നൃപ അഭിയുഹു മുദിതാഹ, മുദിതാഹ അഭിയുഹു, മുദിതരായി സന്തോഷത്തോടുകൂടി അഭിയമിച്ചു, അടുത്തേക്ക് വന്നു, നേർക്ക് വന്നു, എതിരേറ്റു വന്നു എന്നർത്ഥം. അപ്പൊ എല്ലാവരും ഭഗവാനെ എതിരേൽക്കാനായിട്ട് വന്നു. എങ്ങനെ? തസ്മൈ ഗൃഹീത അർഹണ പാണയ, തസ്മൈ ആ ഭഗവാന് പൂജിക്കുവാനുള്ള അർഹണദ്രവ്യങ്ങൾ പാണികളിൽ ഗ്രഹിച്ചവരായിട്ട്, കൈകളിൽ അർഹണം എന്തിയവരായിട്ട്, പൂജാദ്രവ്യങ്ങളുമായിട്ട് സന്തോഷപൂർവം ഭഗവാനെ എതിരേൽക്കാനായിക്കൊണ്ട് ആ മിഥിലാപുരവാസികളും ജനപദവാസികളുമായിട്ടുള്ള ആളുകൾ അച്യുതനെ സ്വീകരിക്കുകയാണ്. ദൃഷ്ട്വാ ഉത്തമശ്ലോകം പ്രീത്യുദ്ഭുല്ലാനനാശയാഃ കൈർധൃതാഞ്ജലിഭിർനേമുഃ ശ്രുതപൂർവാൻ തദാ മുനീം. ദൃഷ്ട്വാ ഉത്തമശ്ലോകം പ്രീത്യുദ്ഭുല്ലാനനാശയാഃ കൈർധൃതാഞ്ജലിഭിർനേമുഃ ശ്രുതപൂർവാൻ തദാ മുനീം. ആ ഉത്തമശ്ലോകം തം ദൃഷ്ട്വ, ആ ഉത്തമശ്ലോകനായ എല്ലാവരാലും കീർത്തിക്കാൻ യോഗ്യനായിരിക്കുന്ന ആരെ കീർത്തിച്ചാലാണോ എല്ലാ പാപങ്ങളും നീങ്ങുക, ആ ഭഗവാനെ, അജ്ഞാനനാശകനായ ഭഗവാനെ കണ്ടിട്ട് ദൃഷ്ട്വ പ്രീത്യുദ്ഭുല്ല ആനനാശയാഃ, പ്രീതി അഥവാ പ്രേമം, ആ പ്രേമത്തോടെ സന്തോഷത്തോടെ ഉദ്ഭുല്ലം, ഉദ്ഭുല്ലം വികസിതം, എന്ത്? ആനനം. അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും മുഖമാകുന്ന താമരകൾ വിരിയുകയാണ് ഭഗവാനെ കാണുമ്പോൾ. പ്രീതി കൊണ്ട് ഉദ്ഭുല്ലമായ ആനനവും ആശയവും, ആശയം അന്ധകരണം, അന്ധകരണവും ഒപ്പം വികസിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ അന്ധകരണം വികസിക്കും. ആ വികാസമാണ് സന്തോഷം. ചില ആളുകളെ കാണുമ്പോൾ സങ്കോചിക്കും, അതാണ് ദുഃഖം. നമുക്കിഷ്ടമില്ലാത്ത ആളുകളെ കാണുമ്പോൾ നമ്മുടെ അന്ധകരണം സങ്കോചം പ്രാപിക്കും, അതാണ് ദുഃഖം. വികസിക്കുന്നുവോ അതാണ് സുഖം. വികാസമാണ് സുഖം, സങ്കോചമാണ് ദുഃഖം. ആ വാക്കിന്റെ അർത്ഥങ്ങളെ അതാണ്. സുഖമെന്ന വാക്കിന്റെ അർത്ഥം വികാസം, ദുഃഖമെന്ന വാക്കിന്റെ അർത്ഥം സങ്കോചം. അപ്പൊ എന്തായാലും അവരുടെ മനസ്സും വികസിച്ചു, മുഖവും വികസിച്ചു. ഉദ്ഭുല്ല ആനന ആശയാഹ, പ്രീതി കൊണ്ട്. എന്നിട്ടോ അവരെന്താ ചെയ്യണം? തേ ധൃതാഞ്ജലിഭിഹി കൈഹി നേമുഹു. ധൃതാഞ്ജലിഭിഹി കൈഹി, കൈഹി എന്നുള്ളത് ശിരസ്സുകൊണ്ട് എന്നുള്ള, ശിരസ്സുകളാൽ. കം എന്നത് ശിരസിന്റെ പര്യായമാണ്. കം എന്നാൽ ശിരസ്, കന്ദരം കഴുത്ത്, കമ്മിനെ ധരിക്കുന്നത് കൊണ്ട് കന്ദരം കഴുത്ത്. അപ്പൊ കം ശിരസ്, അതിന്റെ തൃതീയ ബഹുവചനമാണ് കൈഹി, ശിരസ്സുകളാൽ. ശിരോഭിഹി മൂർധഭിഹി എന്നൊക്കെ അർത്ഥം. അപ്പൊ ശിരസ്സുകളെ കൊണ്ട് കൈഹി ധൃതാഞ്ജലിഹി നേമുഹു, അഞ്ജലിഭിഹി നേമുഹു, തൊഴുകൈ ശിരസിൽ വെച്ചുകൊണ്ട് ശിരസോടുകൂടി അവർ നമിച്ചു. ആരേക്കാ? ഭഗവാനെ നമസ്കരിച്ചു. ഒപ്പം ശ്രുതപൂർവാൻ മുനീൻ തദാ, മുമ്പ് കേട്ടിട്ടുള്ള മുനികളാണ് വന്നിരിക്കുന്നത്. ഓരോ മുനികളെയും കണ്ടപ്പോൾ തന്നെ ഐഡന്റിറ്റി മനസ്സിലാക്കി. വീണ പിടിച്ചിട്ടുണ്ട് മുമ്പിൽ ഒരാൾ, നമ്മുടെ നാരദ മഹർഷി അല്ലേ. അപ്പോൾ വ്യാസ മഹർഷിയെ കണ്ടാൽ പ്രത്യേകം അറിയാം. അങ്ങനെ ഓരോ അവരുടെയും ലക്ഷണങ്ങൾ വെച്ച് ഇവരെക്കുറിച്ച് കേട്ടിട്ട് ധാരാളം പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതപൂർവന്മാരായിട്ടുള്ള ആളുകളെ വേഗം
ആ മഹർഷിമാരെയും നേമു, ഈ ജനങ്ങളും പൗരന്മാരെല്ലാവരും നമസ്കരിച്ചു എന്നർത്ഥം. എല്ലാവരും ഈ ഭഗവാനെയും കൂടെ വന്ന മുനിമാരെയും പ്രത്യേകം പ്രത്യേകം നമസ്കരിച്ചു. ദൃഷ്ട്വാത ഉത്തമ ശ്ലോകം പ്രീത്യുദ്ഭുല്ലാനനാശയഃ കൈർധൃതാഞ്ജലിഭിർ നേമുഹു ശ്രുതപൂർവാൻ തഥാ മുനീൻ. സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനൗ തം ജഗദ്ഗുരും മൈഥിലഃ ശ്രുതദേവശ്ച പാദയോഃ പേദതുഃ പ്രഭോഃ. സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനൗ തം ജഗദ്ഗുരും മൈഥിലഃ ശ്രുതദേവശ്ച പാദയോഃ പേദതുഃ പ്രഭോഃ. അപ്പോ ആ ജഗദ്ഗുരും തം, ലോകഗുരുവായ ഭഗവാനെ, ജഗദ്ഗുരുവായ ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാനായിട്ട് അവതരിച്ചിരിക്കുന്ന ആ ഭഗവാനെ സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനൗ, സ്വ അനുഗ്രഹായ എന്നെ അനുഗ്രഹിക്കാനാണ് സംപ്രാപ്തം വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മന്വാനൗ, ആര്? രണ്ടുപേരും. അതാണ് മൈഥിലശ്ച ശ്രുതദേവശ്ച. മിഥില രാജാവായിട്ടുള്ള ബഹുളാശ്വനും ശ്രുതദേവനും രണ്ടുപേരും ഒപ്പം വിചാരിച്ചത് എന്താണ്? രണ്ടുപേരും വിചാരിച്ചത് എന്നെ അനുഗ്രഹിക്കാൻ. രാജാവ് എന്നെ അനുഗ്രഹിക്കാൻ, എൻ്റെ ഭക്തി പ്രാർത്ഥന ഭഗവാൻ കേട്ടു, എന്നെ അനുഗ്രഹിക്കാൻ കാരുണ്യം കൊണ്ട് വന്നിരിക്കുകയാണെന്ന് മിഥിലൻ വിചാരിച്ചു. അതേസമയം ശ്രുതദേവൻ വിചാരിക്കുന്നതോ എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു, എൻ്റെ ഭക്തിയിൽ പ്രസാദിച്ചു, എന്നെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ വന്നിരിക്കുന്നത് എന്ന് ബ്രാഹ്മണനായ ശ്രുതദേവനും വിചാരിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. രണ്ടുപേരും അവരെ അനുഗ്രഹിക്കാനാണെന്ന് പ്രത്യേകം പ്രത്യേകം വിചാരിച്ചു. എന്നിട്ടോ പ്രഭോഹോ പാദയോഹോ പേദതുഹു, രണ്ടുപേരും പ്രഭുവായ ഭഗവാന്റെ രണ്ട് പാദങ്ങളിലും വീണു പതിച്ചു. പേദതു ദ്വൗ പേദതു, രണ്ടുപേരും ഒരേ സമയത്ത് പതിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. രാജാവ് തന്നെ സന്തോഷിപ്പിക്കാൻ വന്ന ഭഗവാനാണെന്ന് കരുതിക്കൊണ്ട് വീണു. അതേസമയം ബ്രാഹ്മണനായ അദ്ദേഹവും വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് നമസ്കരിച്ചു. ഇനി രണ്ടുപേരും ഒരേ സമയം അവരവരുടെ ഗൃഹത്തിലേക്ക് ഭഗവാനെ ക്ഷണിക്കുകയാണ്. ന്യമന്ത്രയേതാം ദാശാർഹം ആദിത്യേന സഹദ്വിജൈഃ മൈഥിലശ്രുതദേവശ്ച യുഗപദ് സംഹതാഞ്ജലി. ന്യമന്ത്രയേതാം ദാശാർഹം ആദിത്യേന സഹദ്വിജൈഃ മൈഥിലശ്രുതദേവശ്ച യുഗപദ് സംഹതാഞ്ജലി. രണ്ടുപേരും യുഗപദ്, യുഗപദ് എന്ന് പറയുമ്പോൾ സെയിം ടൈം, സിമുൾട്ടേനിയസ്ലി, ഒരേ സമയം, ഒരാളുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ല അല്ലേ. ബ്രാഹ്മണനായിട്ടുള്ള അദ്ദേഹം രാജാവിനോട് ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നില്ല. ഈ ബ്രാഹ്മണനായൊരു മഹാത്മാവിനെ ബഹുമാനിച്ചുകൊണ്ട് ക്ഷത്രിയനായിട്ടുള്ള രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട്, അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്നും ചോദിക്കുന്നില്ല. രണ്ടുപേരും ഒരേ സമയം എക്സൈറ്റ്മെൻറ്റോട്, പരവശതയോടെ ഭഗവാനെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് യുഗപത് ന്യമന്ത്രയേതാം, ന്യമന്ത്രയേതാം നിമന്ത്രണം ചെയ്തു. രണ്ടുപേര് ചേർന്ന് നിമന്ത്രണം ചെയ്തതിനെയാണ് ന്യമന്ത്രയേതാം. രണ്ടുപേരും ഒരേ സമയം നിമന്ത്രണം ചെയ്തു, ഇൻവൈറ്റ് ചെയ്തു എന്നർത്ഥം ഗൃഹങ്ങളിലേക്ക്. എവിടേക്ക്? ദാശാർഹം ആദിത്യേന സഹദ്വിജൈഃ. ദാശാർഹം എന്നുള്ളത് ദാശാർഹനായ ഭഗവാനെ, യദുവംശ നായകനായിട്ടുള്ള ആ ഭഗവാനെ മൈഥിലഃ ശ്രുതദേവശ്ച, മൈഥിലനും ശ്രുതദേവൻ എന്ന രാജാവും, മൈഥിലനായ രാജാവും ശ്രുതദേവൻ എന്ന ബ്രാഹ്മണനും ദ്വിജൈഃ സഹ ആദിത്യേന ന്യമന്ത്രയേതാം. അപ്പൊ ഭഗവാനെ തനിയല്ല വിളിച്ചത്, ഭഗവാനെ വിളിക്കുമ്പോൾ കൂടെയുള്ളവരെയും കൂടി വിളിക്കണം. അതാണ് മര്യാദ. നമ്മൾക്കൊന്നും അങ്ങനത്തെ മര്യാദയൊന്നും ഇല്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കല്ല കേട്ടോ, സാധാരണ ഈ നമ്മുടെയൊക്കെ ആളുകളുടെ ഇടയിൽ
പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒരു മഹാത്മാവിനെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ കൂട്ടിയിട്ട് വരാനായിട്ട് പറയണം. അതാണ് മര്യാദ. അങ്ങ് മാത്രം വന്നാൽ മതി എന്ന് പറയാൻ പാടില്ല. അങ്ങയുടെ കൂടെ ആരൊക്കെയാണെന്ന് വെച്ചാൽ കൂട്ടിയിട്ട് വരണം, നമുക്ക് സന്തോഷം കൂടും എന്ന് പറഞ്ഞ് ക്ഷണിക്കണം. അപ്പോഴാണ് വേണ്ടപ്പെട്ടവരെയും കൂടി കൂട്ടിയിട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഇവിടെ ആദിത്യേന സഹ ദ്വിജൈഹി, ഇവിടെ ദ്വിജൈഹി എന്ന് പറഞ്ഞാൽ മുനിഭിഹി സഹ, വ്യാസാദി നാരദാദി ദ്വിജൈഹി സഹ ആദിത്യേന നിമന്ത്രയേതാം യുഗപത് സംഹതാഞ്ജലി. രണ്ടുപേരും ഒരേപോലെ കൈകൂപ്പിക്കൊണ്ട് ഒരേ സമയം, എന്നാൽ എൻ്റെ ഗൃഹത്തിലേക്ക് വന്നാലും ആ സന്യാസിമാരോടുകൂടി മുനിമാരോടുകൂടി വന്നാലും എന്ന് രണ്ടുപേരും ഒരേ സമയം ഇൻവൈറ്റ് ചെയ്തു, നിമന്ത്രണം ചെയ്തു. അതിനുശേഷം ഭഗവാൻ എന്താ ചെയ്യണത് നമുക്ക് നാളെ രാവിലെ കാണാം. നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. നാളെ തുടരാം. എല്ലാവർക്കും ശുഭരാത്രി. ഹരി ഓം.